ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എല്ലാവർക്കും എഡ്ഫിലോട്ട് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നിവിടെ LPUP എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള 2024 അതുപോലെ തന്നെ 2022 ആ സമയത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറി LP-യുടെയും UP-യുടെയും ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലുള്ള അനലൈസ് ആണ് ചെയ്യുന്നത്. അപ്പോ ഇനി അടുത്തൊരു LP-UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ എക്സാമിന്റെ പൾസ് അറിഞ്ഞു വേണം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിലുപരി എന്താണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടണമെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള നടന്നിട്ടുള്ള എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോ എക്സാം ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി സൈക്കോളജിയുടെ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ അതൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എന്താണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഡിഫറൻസ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. LP-യുടെയും UP-യുടെയും മൊത്തത്തിലുള്ള അനലൈസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ LP എക്സാമിന് 2024 നടന്നിട്ടുള്ള കാറ്റഗറി നമ്പർ 88/24 ഇതിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് 88/24. അതിൽ നടന്നിട്ടുള്ള സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം: ഭൂദയ, അക്രമരാഹിത്യം, സ്വച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? മുഖ്യ സവിശേഷകമാണോ, മധ്യമ സവിശേഷകമാണോ, അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷകമാണോ, വ്യക്തിത്വമാണോ? അതിൽ ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോ ഇതിന്റെ ആൻസർ എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് മുഖ്യ സവിശേഷകമാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വൈസ് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യന്റെ ആ ഒരു ടോപ്പിക്, ഇപ്പോൾ ഇത് സവിശേഷക സമീപനം, ലേണിംഗ് എന്ന് പറയും, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഇതാണ്, പേഴ്സണാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് അനലൈസ് ചെയ്യാം. ആ ഒരു ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇത് 2024 ചോദിച്ചിട്ടുള്ള LP-യിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ UP-യിൽ വന്നിട്ടുള്ള ചോദ്യം ഇതാണ്: താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഇത് UP-യുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള സെയിം ടോപ്പിക് തന്നെയാണ്. ക്വസ്റ്റ്യന്റെ നിലവാരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം അറിയുന്ന, അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ അതിന്റെ ഓപ്ഷൻസ് നോക്കാം. മുഖ്യ സവിശേഷകം, അതുപോലെ മധ്യമ സവിശേഷകങ്ങൾ, ദ്വിതീയ സവിശേഷകങ്ങൾ എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരംതിരിച്ചിരിക്കുന്നത് കാൾ റോജേഴ്സ് ആണ്. ഒന്നാമത്തത് കാൾ റോജേഴ്സ് ആണ് ഇത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നത് ആൽപോർട്ടിന്റെ ആശയമാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തേതായിട്ട് ആദർശാത്മക അഹം, അതുപോലെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയാണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ 3 ആശയങ്ങൾ മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, 3 തലങ്ങളുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഇതിൽ 4 1 2 3 4 അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് റൈറ്റ്? ഇപ്പോ 1ഉം 4ഉം ആണോ, 2ഉം 4ഉം ആണോ, 3ഉം 4ഉം ആണോ, 2ഉം 3ഉം ആണോ? ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോ ആൻസർ എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ് ശരി. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാനായിട്ട് വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം എന്നിങ്ങനെ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നത് നമ്മുടെ ആൽപോർട്ടിന്റെയാണ്. അപ്പൊ ആൽപോർട്ടിന്റെ ഒരു ആശയമാണ് എന്ത്, പക്വ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ പക്വ വ്യക്തിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 6 ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, 6 മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ ഇത് ആൽപോർട്ടിന്റെയാണ്. അതുപോലെ തന്നെ റൈറ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ആൻസർ എന്ന് പറയുന്നത് 4ആണ്. നാലാമത്തത് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനസ്സിന്റെ 3 തലങ്ങളാണ്: ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അപബോധ മനസ്സ്. അങ്ങനെ 3 തലങ്ങള് സിഗ്മണ്ട് ഫ്രോയിഡ് ഉപമിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നമുക്കിതിന്റെ എക്സ്പ്ലനേഷനും കൂടി നോക്കാം. അപ്പോ വ്യക്തിത്വ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് വ്യക്തിത്വ സമീപനത്തില് 3 സമീപനമാണ് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് സവിശേഷക സമീപനമാണ്. രണ്ടാമത്തത് മാനവികതാ സമീപനം, മൂന്നാമത്തത് മനോവിശ്ലേഷണ സമീപനം. അങ്ങനെ 3 സമീപനങ്ങളാണ് ഉള്ളത്. ഓക്കെ, സവിശേഷക സമീപനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജി ഡബ്ല്യു ആൽപോർട്ട്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർവചനം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ആൽപോർട്ടിന്റെ പേരിലും എന്തുണ്ട്, ഒരു നിർവചനമുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആൽപോർട്ടിന്റെ കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചത്. വ്യക്തിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 വിധം സവിശേഷകങ്ങളാണ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മുടെ ആൽപോർട്ട് പറയുന്നത്. അപ്പൊ വ്യക്തിത്വത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ 3 സവിശേഷകങ്ങൾ അല്ലെങ്കിൽ 3 സവിശേഷതകൾ പറയുന്നത്. ഒന്നാമത്തത് മുഖ്യ സവിശേഷകമാണ്, രണ്ടാമത്തത് ദ്വിതീയ സവിശേഷകം, പിന്നെ മധ്യമ സവിശേഷകം. അങ്ങനെ 3 സവിശേഷകങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ മുഖ്യ സവിശേഷകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ വ്യവഹാരങ്ങളിലും മേൽക്കൈ നേടുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, ആളുടെ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗം എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തോട്ടെ, ആ എല്ലാ കാര്യങ്ങളിലും മേൽക്കൈ നേടുന്നതിനെയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ വ്യവഹാരങ്ങളിലും മേൽക്കൈ നേടുന്നതിനെയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഉദാഹരണമാണ് ഒന്നാമത്തത് ദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം എന്നിവ ഈ മുഖ്യ സവിശേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ വരിക ഗാന്ധിജിയാണ്. ഇപ്പൊ ഗാന്ധിജിയെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അഹിംസയിലൂടെ എന്ത് കാര്യം എടുത്തോട്ടെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം എടുത്താലും അഹിംസ എന്ന് പറയുന്ന ഒരു സംഭവം കടന്നു പോകാതെ ഇല്ല. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് പറയുന്നത് മധ്യമ സവിശേഷകമാണ്. മധ്യമ സവിശേഷകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനത്തിൽ കാണുകയും എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടായിരിക്കും. മറ്റേത് മുഖ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളിലും മേൽക്കൈ നേടുന്ന, എല്ലാ വ്യവഹാരങ്ങളിലും മുന്നിൽ നിൽക്കുന്ന. അതേപോലെ തന്നെ മധ്യമം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ, അയാളുടെ എല്ലാ പ്രവൃത്തിയിലും കാണും, എടുത്തു പറയാൻ കഴിയുന്നതുമായിട്ടുള്ള വിശേഷകമാണ് മധ്യമ സവിശേഷകം. ഉദാഹരണം സ്വാർത്ഥത, വിധേയത്വം, വിശ്വസ്തത, മത്സര ബുദ്ധി. അപ്പൊ ഇതിൽ എക്സാമ്പിൾസ് വെച്ചും ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് നടന്നിട്ടുള്ള 2 എക്സാംസ്, LPDയും UPDയും അവസാനത്തെ 2 എക്സാംസ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പത്തെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ വന്ന പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ഏരിയാസും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പൊ LPയിൽ ഇല്ലാത്ത കാര്യങ്ങൾ UPയിൽ ചോദിച്ചിട്ടുണ്ട്, UPയിൽ ഇല്ലാത്തത് LPയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ദ്വിതീയ സവിശേഷകമാണ്. ദ്വിതീയ സവിശേഷകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷതയാണ് ദ്വിതീയ സവിശേഷകം. ഒരാള് ചില പ്രത്യേക സമയത്ത്, ചില പ്രത്യേക ആ ഒരു ടൈമിങ്ങിൽ മാത്രം കാണുന്ന ആ ഒരു സവിശേഷതയെ പറയുന്നതാണ് ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത്. ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ സവിശേഷകവും അതുപോലെ തന്നെ ചില മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ് എന്നാണ് നമ്മുടെ ആൽപോർട്ട് പറയുന്നത്. അപ്പോ ആൽപോർട്ടിനെ സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന പേരിലും അറിയപ്പെടുന്നു. നമ്മുടെ GW ആൽപോർട്ട് അറിയപ്പെടുന്ന ഒരു പേരാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പക്വ വ്യക്തിത്വം എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ GW ആൽപോർട്ട് ആണ്. പക്വ വ്യക്തിത്വം അദ്ദേഹത്തിന് മറ്റൊരു ആശയമാണ് പക്വ വ്യക്തിത്വം, GW ആൽപോർട്ട്. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ GW ആൽപോർട്ടിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർവചനം. അപ്പൊ നിർവചനം എന്ന് പറയുന്നത് വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന
ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക സംഘടനയാണ് വ്യക്തിത്വം. അപ്പോ GW ആൽപോർട്ടിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട നിർവചനം ഇതാണ്: വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന, വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ്. അപ്പോ ഇതില് വിശിഷ്ടമായ, അതുപോലെ തന്നെ ആന്തരികം, ചലനാത്മകം, സംഘടന, അപ്പൊ ഓരോന്നിനും ഒരുപാട് മീനിങ്സ് വരുന്നുണ്ട്. നമുക്ക് അത്രയ്ക്കും ഡീപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൽപോർട്ടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ആൽപോർട്ടിന്റെ പക്വ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 6 മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. പക്വ വ്യക്തിത്വം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു 6 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പക്വ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് GW ആൽപോർട്ട് ആണ്. അപ്പോ അതിൽ 6 മാനദണ്ഡങ്ങൾ ഏതൊക്കെ നോക്കാം. അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിപ്പോ ലാസ്റ്റ് ചോദിച്ച UPയുടെ പേപ്പറിൽ ഉണ്ടായിരുന്നു, 6 മാനദണ്ഡങ്ങളും എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ 6 മാനദണ്ഡങ്ങൾ: വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മ ജീവിത ദർശനം. അപ്പോൾ ഇങ്ങനെ 6 പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാനായിട്ടുള്ള 6 മാനദണ്ഡങ്ങളാണ്. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാനുള്ള 6 മാനദണ്ഡങ്ങളാണ് ഏതൊക്കെ? വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, അതുപോലെ ഏകാത്മ ജീവിത ദർശനം എന്നിങ്ങനെ 6 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആൽപോർട്ട് പക്വ വ്യക്തിത്വത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അടുത്ത സമീപനമാണ്, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട 3 സമീപനങ്ങൾ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ സമീപനമാണ് മാനവികതാ സമീപനം. മാനവികതാ സമീപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, മാനവികത എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് മനുഷ്യൻ, മനുഷ്യത്വം എന്നുള്ളത്. നമുക്ക് അത് അപ്പൊ തന്നെ നമുക്ക് കിട്ടും. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആണ് എന്ത്? മാനവികതാ സമീപനം എന്ന് പറയുന്നത്. ഈ മാനവികതാ സമീപനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് നമ്മുടെ കാൾ റോജേഴ്സ് ആണ്. അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സും കൂടിയിട്ടാണ് മാനവികതാ സമീപനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവർ 2 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാൾ റോജേഴ്സിനെ പറ്റി പറയാനാണ് നമ്മളിപ്പോ ഓരോ വ്യക്തികളെ പറ്റി എന്ത് ചെയ്യാം, നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പൊ കാൾ റോജേഴ്സ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഓരോരുത്തരും അവരുടെ ഏറ്റവും മാക്സിമത്തിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിന്റെ കണ്ടെത്തലുകൾ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നു. കാൾ റോജേഴ്സിന്റെ കണ്ടെത്തലുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം. അത് അറിയപ്പെടാൻ ഒരു കാരണം കൂടിയുണ്ട്. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കാൾ റോജേഴ്സിന്റെ കണ്ടെത്തലുകൾ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുറച്ച് ആശയങ്ങൾ നമുക്ക് നോക്കാം. ആത്മബോധ സങ്കല്പം അല്ലെങ്കിൽ അഹം. ആത്മബോധ സങ്കല്പം അല്ലെങ്കിൽ അഹം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും അതുല്യമായ കഴിവുകളെക്കുറിച്ചും തൻ്റെതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിന്റെ ആകെ തുകയാണ് ആത്മബോധം. ആത്മബോധം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും അതുല്യമായ കഴിവുകളെക്കുറിച്ചുമുള്ള തൻ്റെതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിന്റെ ആകെ തുക പറയുന്നതാണ് എന്ത്? ആത്മബോധം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ആശയമാണ് ആദർശാത്മക അഹം അല്ലെങ്കിൽ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം. ഇപ്പോ ആദർശാത്മക അഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൻ ആരായി തീരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു, അതാണ് അയാളുടെ ആദർശാത്മക അഹം. താൻ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദർശമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി ആരാണ് അതാണ് അയാളുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയുന്നത്. അപ്പോ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദർശാത്മകമാണ്. അതുപോലെ തന്നെ ആ വ്യക്തി ആരാണ് എന്നുള്ളത് യാഥാർത്ഥ്യാധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് നിരുപാധിക പരിഗണന ഓർ സ്നേഹം. നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹം.
ശരിയായ ആത്മബോധം അഹം വികസിക്കുന്നത് ആത്മസാക്ഷാത്കാരം നേടുന്നതിനും നിരുപാധിക പരിഗണന അല്ലെങ്കിൽ നിരുപാധിക സ്നേഹം ആവശ്യമാണ്. അപ്പോ നിരുപാധിക പരിഗണനയുടെയും സ്നേഹത്തിന്റെയും കാര്യം നമ്മുടെ കാൾ റോജേഴ്സ് പറയുന്നുണ്ട്. അപ്പോ നിരുപാധിക പരിഗണനയും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷം ഒരു വ്യക്തിക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാണ്. അപ്പോ ശരിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ആശയമാണ് പൂർണ്ണ വ്യക്തിത്വം. പക്ക വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അത് GW ആൽപോർട്ട് ആണ്. പൂർണ്ണ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കാൾ റോജേഴ്സിന്റെ ആണ്. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി. എബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണി. അപ്പോ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ ചോദ്യങ്ങൾ വരാറുള്ളത് അതിൽ ഏറ്റവും ഉയർന്ന തലം ഏത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമുക്ക് 7 രീതിയിലാണ് പറയുന്നത്. അപ്പോ ആദ്യത്തെ നീഡ്, ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ ആദ്യത്തെ നീഡ് എന്താണ്, ആദ്യമായിട്ടുള്ള ആവശ്യം എന്താണ്, തുടർന്ന് അതിന്റെ ഹയർ ലെവലിലോട്ട് ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്നൊരു പൊസിഷനിൽ എത്തിക്കും. ഇപ്പോൾ നമ്മൾ ക്ലാസ് ടോപ്പർ ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ക്ലാസ് ടോപ്പർ അല്ല, ഒരു 5th പൊസിഷനാന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാല് 4th എത്താനുള്ള ഒരു ആഗ്രഹം. അത് കഴിഞ്ഞാൽ 3rd, അത് കഴിഞ്ഞ 2nd, പിന്നെ 1st, ടോപ്പർ എന്ന് പറയുന്ന. അപ്പൊ അതിൽ ഏറ്റവും ഹയർ ലെവലിലോട്ട് എത്താൻ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തില് താഴെ നിന്ന് മുകളിലോട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ വരുന്നത് ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ്. മുകളിലോട്ട് പോകും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങളാണ്. ഇപ്പൊ ശാരീരിക ആവശ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഭക്ഷണം, വെള്ളം, ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശാരീരിക ആവശ്യങ്ങളിലാണ് വരുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ് എന്ത്, ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് സുരക്ഷിതത്വമാണ്. അപ്പോ നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഇപ്പൊ ഉറക്കാണെങ്കിലും ഭക്ഷണമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് സുരക്ഷിതത്വം വേണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും. സുരക്ഷിതത്വം എന്ന് പറയുന്നത് ജോലിയിലെ സുരക്ഷിതത്വം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി, സുരക്ഷിതമായിട്ടുള്ള ജോലി. ഇപ്പൊ താമസമായിക്കോട്ടെ, താമസത്തിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു വീടിന്റെ ആ ഒരു ഏരിയ അത് സുരക്ഷിതമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അതൊരു അടുത്ത ശാരീരിക ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വ ആവശ്യങ്ങളാണ് അടുത്തായിട്ട്. ഇപ്പോൾ കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കുടുംബത്തിന്റെ സുരക്ഷിതത്വം, ജോലി, അങ്ങനെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലെ തലം വരുന്നത്, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലെ സ്ഥലം സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ഇപ്പൊ സ്നേഹിക്കാനും തനിക്കൊരാളെ സ്നേഹിക്കാനും മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കാനും ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് ഈ സുരക്ഷിതത്വ ആവശ്യം കഴിഞ്ഞു വരുന്ന ഒരു സ്റ്റേജാണ്. ഇപ്പൊ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. അപ്പൊ അതായത് നമുക്ക് ആദ്യം വരുന്നത് ബേസിക് നീഡാണ്, ശാരീരികപരമായിട്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നെ സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അപ്പൊ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു സ്റ്റേജ് ആണ്. പിന്നെ അതിന്റെ അടുത്ത ഘട്ടമായിട്ട് പറയുന്നത് ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ആത്മവിശ്വാസം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, മറ്റുള്ളവർക്ക് തന്നോടുള്ള ബഹുമാനം, അങ്ങനെ ആദരിക്കപ്പെടുക എന്നുള്ള ഒരു സ്റ്റേജ് ആണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ തൊട്ട് മുമ്പിൽ വൈജ്ഞാനികമാണ്, അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അറിവ് നേടുക, കൂടുതലായിട്ട് അതിൽ കുറച്ചും കൂടി നോളജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വൈജ്ഞാനികം എന്ന് പറയുന്നത്. പിന്നെ സൗന്ദര്യാത്മകമാണ് പിന്നത്തെ നീഡ് എന്ന് പറയുന്നത്. ഏറ്റവും ഹയർ ലെവലിൽ പറയുന്നതാണ് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഹയർ ആയിട്ട് പറയുന്ന ആവശ്യമാണ്. അപ്പൊ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്നത് ആത്മസാക്ഷാത്കാരമാണ്. നമുക്കിത് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒരു കോഡ് നമുക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ അപ്പോ എസ്, എയും എസും. അപ്പൊ ഇതൊന്ന് നോക്കിയേ. ആദ്യം എസ് എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട്
ഇതാക്കാം. അപ്പോ ആവശ്യങ്ങൾ വരുന്നത് എ. ആദ്യം വരുന്നത് ആവശ്യങ്ങൾ, ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആദ്യം വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് എന്ന് പറയുന്നത് സുരക്ഷിതത്വം എന്ന് പറയുന്നത് എസ് ആണ്. സുരക്ഷിതത്വം എസ് വന്നു. അടുത്തതായിട്ട് സുരക്ഷിതത്വം കഴിഞ്ഞാൽ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. അപ്പൊ വീണ്ടും എ എസിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, എസിലോട്ട് വരുന്നു. ആവശ്യങ്ങള്, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. പിന്നെ വരുന്നത് എന്താണ്, ആദരിക്കപ്പെടുക. അപ്പൊ അതെന്ത് ചെയ്യുന്നു, ഒരു എ ആയിട്ട്. അപ്പൊ എ എസ് എസ് എ. അപ്പൊ ആദരിക്കപ്പെടുക എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വൈജ്ഞാനികമാണ്. വൈജ്ഞാനികം എന്ന് പറയുന്നത് അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്ത്, വൈജ്ഞാനികം എന്ന് പറയുന്നത്. അടുത്തത് എന്ത് വരുന്നു, അടുത്ത സ്റ്റേജിൽ നിന്ന് വരുമ്പോ എന്ന് പറഞ്ഞാല് എ. അപ്പോ എ എസ് എസ് എ എ എ. ഇനി അടുത്തത് സൗന്ദര്യാത്മകമാണ്. സൗന്ദര്യാത്മകം എന്ന് പറയുമ്പോ എസ്. അപ്പോ സൗന്ദര്യാത്മകം വീണ്ടും എന്ത് പറയുന്നു, എസ് വരുന്നു. ദെൻ ആത്മസാക്ഷാത്കാരം വീണ്ടും എയിലോട്ട് പോകുന്നു. എയിൽ തുടങ്ങി എയിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ നമ്മൾ ആവശ്യങ്ങളായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം എസ്. അപ്പൊ എ എസ് എസ് എ, അതുപോലെ എ എസ് എസ് എ. ആ ഒരു രീതിയിൽ ഒരു എ എസ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എയിൽ നിന്ന് എസിലോട്ട് വീണ്ടും എസ്, എ എ എസ്, അങ്ങനെ ഒരു റൊട്ടേഷൻ ആക്കിയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മൈൻഡിൽ നിർത്താൻ പറ്റും. എ എസ് എന്ന് പറയുന്ന ആ ഒരു കോഡ് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ എ എസ് എന്നുള്ള ആലോചിക്കുക, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എ എസ്. ഓക്കെ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഏതാ, അവസാനത്തെ സ്റ്റേജ് ഏതാ എന്നുള്ളതൊക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്, പൊതുവിൽ ചോദിക്കാറുള്ളതാണ്. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മനോവിശ്ലേഷണ സമീപനമാണ്. അപ്പൊ മനോവിശ്ലേഷണ സമീപനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ് മനോവിശ്ലേഷണ സമീപനം. അപ്പോ ഈ മനോവിശ്ലേഷണ സമീപനം ആ ഒരു സിദ്ധാന്തത്തിൽ തന്നെ 3 ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നുണ്ട്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിന്റെ 3 തലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മനസ്സിന്റെ 3 തലങ്ങൾ എന്ന് പറഞ്ഞാല് ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അങ്ങനെ 3 തലങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്തത് വ്യക്തിത്വത്തിന്റെ ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം. ഘടനയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെ 3 പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് മനോലൈംഗിക വികാസ ഘട്ടങ്ങളാണ്. അതിൽ 5 സ്റ്റേജസ് പറയുന്നത്. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാം. അപ്പൊ മനസ്സിന്റെ 3 തലങ്ങളിൽ എന്ന് പറയുന്നതാണ്. ആദ്യത്തേതാണ് എന്ത്, ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അങ്ങനെ 3 തലങ്ങളാണ് മനസ്സിനുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഫ്രോയിഡ് പറയുന്നത്. മനസ്സിന് എന്തുണ്ട്, 3 തലങ്ങളുണ്ട്. അപ്പോ അത് ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഒരു പ്രത്യേക നിമിഷത്തിൽ അയാൾക്ക് ഈ അനുഭവത്തെ ഓർത്തെടുക്കാനും ബോധത്തിന്റെ ഉപരിതലത്തിലോട്ട് കൊണ്ടുവരാനും കഴിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന ഈ ഒരു തലത്തെയാണ് അബോധ മനസ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റായിക, നമുക്കത് ഇത് ഇന്നതാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കും, എന്നാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്, ഞാൻ എന്നാണ് നമ്മുടെ നിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, നമുക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ, മറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഓർമ്മ എന്താണ്, അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ആ ഒരു അനുഭവം മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മറഞ്ഞിരിക്കുന്ന ആ ഒരു തലത്തെയാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. മഞ്ഞുമലയോടാണ് നമ്മുടെ അബോധ മനസ്സിനെ ഉപമിച്ചിട്ടുള്ളത്. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന മഞ്ഞുമല. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് പിക്ചർ ആക്കിയിട്ട് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഒരു മഞ്ഞുമലയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് വെള്ളത്തിലായിരിക്കും. നമുക്ക് ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ടോപ്പ് ഭാഗം മാത്രമാണ് കാണാൻ പറ്റുന്നുണ്ടാവുക. ഇപ്പൊ അതിന്റെ ഇടയിൽ അടിയിൽ എന്ന് പറഞ്ഞാല് ഈ ഭാഗത്തൊക്കെ എന്തായിരിക്കും, വെള്ളമായിരിക്കും. അപ്പൊ നമുക്ക് ഈ മുകൾ ഭാഗം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ ഈ കാണുന്ന വെള്ളത്തിന്റെ അടിയിലുള്ള ഈ മഞ്ഞുമലയുടെ ഭാഗമാണ് എന്ത്,
അബോധ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അതായത് അത് മുകളിലോട്ട്, അപ്പൊ നമുക്കിപ്പോ ഈവൻ നമ്മളത് നോക്കുവാണെങ്കിൽ തന്നെ അതിന്റെ ആ മുകളിലുള്ള ആ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ മറഞ്ഞിരിക്കുന്ന ആ ഒരു തലത്തിനെയാണ് എന്ത്, ഈ ഒരു അടിഭാഗത്തെയാണ് എന്ത് പറയുന്നത്, അബോധ മനസ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്, ബോധ മനസ്സ്. ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുക. ഞാൻ ഇന്നലെ ഇങ്ങോട്ടാണ് പോയത്, ഇപ്പൊ ഞാൻ ഇന്നലെ പോയത് എങ്ങോട്ടാണ്, ആ ഒരു സ്ഥലത്തിന്റെ കാര്യം ഓർത്തെടുക്കാൻ കഴിയുന്നുള്ള ആ ഒരു സംഭവത്തിനെയാണ് ഇത് ബോധതലത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിന്റെ ഉപരിതലത്തിൽ ലഭ്യമായിട്ടുള്ള ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന, നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബോധ മനസ്സിലാണുള്ളത്. അപ്പൊ ഈ കാണുന്ന ഈ ഒരു മഞ്ഞുമലയുടെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, ബോധ മനസ്സ് എന്ന് പറയുന്നത്. അടിയിൽ കാണുന്നത് അബോധ മനസ്സാണ്, അതുപോലെ തന്നെ മുകളിൽ കാണുന്നത് എന്ന് പറയുന്നത് ബോധ മനസ്സാണ്. അതേപോലെ തന്നെ ഈ മിഡിൽ ഭാഗത്ത് കാണുന്നതിനെയാണ് ഉപബോധ മനസ്സ്. ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു പർപ്പസിൽ, ആ ഒരു സർഫസിൽ, ആ ഒരു ഇതിൽ തട്ടി നിൽക്കുന്ന ആ ഒരു ഏരിയ ആണ് അബോധ അല്ല ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉപബോധ മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുമോ? ആ പറ്റും. ചില സമയത്ത് നമുക്കത് ഓർത്തെടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും, എന്നിരുന്നാലും നമുക്കത് ഓർക്കാൻ സാധിക്കും. അതായത് ഈ അബോധ മനസ്സിനും അതുപോലെ ബോധ മനസ്സിനും ഇടയിലുള്ള ആ ഒരു ഇതിനെ പറയുന്നതാണ് എന്ത്, ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് തലങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ആലോചിക്കുക. ബോധമനസ്സ്, അതുപോലെ തന്നെ ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, അങ്ങനെ മൂന്ന് തലങ്ങളാണ് മനസ്സിനുള്ളത് എന്ന് ആലോചിക്കുക. അപ്പോ ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന തലം എന്ന്, മറഞ്ഞിരിക്കുന്ന ആ ഒരു തലത്തിനെ ബോധ മനസ്സ് എന്ന്, അല്ല അബോധ മനസ്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ബോധ മനസ്സ്. ഉപബോധം എന്ന് പറഞ്ഞാല് അബോധത്തിനും അതുപോലെ തന്നെ ബോധത്തിനും ഇടയിലുള്ള മനസ്സിന്റെ തലത്തിനെയാണ് ഉപബോധ മനസ്സ്. അതായത് റീകോൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. പറ്റില്ലേ, ചില സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓർക്കാനും പറ്റും, ഓർക്കാതിരിക്കാനും പറ്റും. അങ്ങനെ ആ ഒരു ഡബിൾ ആയിട്ട് നിൽക്കുന്നതിനെയാണ് എന്ത്, ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് മനസ്സിന്റെ ഘടനയെ പറ്റിയിട്ടാണ്. മനസ്സിന്റെ ഘടനയെ പറ്റിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഇത്, അഹം, അത്യാഹം, അങ്ങനെ മൂന്ന് ഘടനയായിട്ടാണ് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനുഷ്യ മനസ്സിലെ പ്രാകൃത വികാര ശക്തിയാണ് എന്ത്, ഇഗ് എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രാകൃതമായിട്ട് ഉള്ളതാണ് എന്ത്, ഇത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ജന്മവാസനകൾ ഇതിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ജന്മവാസനകൾക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഒരു വ്യക്തിയുടെ അസാൻമാർഗികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, ഇതാണ്. അപ്പോ സുഖതത്വത്തിൽ അധിഷ്ഠിതം, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മനുഷ്യ പ്രാകൃതമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ജന്മവാസനകൾ കൊണ്ട് ഉത്തേജിക്കപ്പെടും, അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് നമ്മൾ ആ ഒരു പ്രവർത്തിക്കുന്ന ആ ഒരു സ്റ്റേജില്, അതായത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച സമയത്ത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, ഒറ്റടി ഒന്നും നോക്കില്ല, ഒന്നാ പൊട്ടിച്ചു. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്നത്, അപ്പോ ചോദിച്ചതിനുള്ള മറുപടി പറയാ എന്നതിലുപരി അപ്പോ ആ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അടിക്കുക എന്നുള്ളതാണ് ആ ഒരു അറ്റ് എ ടൈം ആ ഒരു മൈൻഡിൽ തോന്നിയിട്ടുള്ളത്. അപ്പൊ ആൾക്ക് പ്ലഷർ കിട്ടുന്ന, ആൾക്ക് ആ അത് സന്തോഷം കിട്ടുന്ന ആ ഒരു കാര്യമാണ് അറ്റ് എ ടൈം ചെയ്തത്. അതിന്റെ പിന്നിൽ അത്തരം ഒരു സാഹചര്യം വന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്. അടുത്തതായിട്ട് പറയുന്നത് അഹമാണ്. അഹം എന്ന് പറയുന്നത് ഈഗോയാണ്. അപ്പോ ഇതിനെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ ഇൻസിഡന്റ്, ഇപ്പോ ഒരാൾ ഒരു കാര്യം ചോദിച്ചു, ഒരു സംശയം ചോദിച്ച സമയത്ത് അടിക്കാനായിട്ട് പോയി. അപ്പൊ സംശയം ചോദിക്കുന്ന സമയത്ത് അപ്പൊ അഹം എന്ത് ചെയ്യും, അഹം ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുക. യാഥാർത്ഥ്യ ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ അവനെ അടിച്ചാൽ
എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം? അപ്പൊ അത് കേസാവോ, പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആവോ? ആ ഒരു സംഭവം യാഥാർത്ഥ്യം എന്താണ് എന്ന് യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ട് അനന്തരഫലങ്ങളെ കുറിച്ച് വ്യക്തിക്ക് താക്കീത് നൽകുകയും തന്മൂലം ഒരു നിയന്ത്രണ ഘടകമായി അഹം പ്രവർത്തിക്കുന്നു. അഹം എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പിഡ് ആണ്, അവിടെ ഒരു എൻഡഡ് ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിയാലിറ്റി ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതങ്ങനെയാണ്. ഇപ്പോ അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു വ്യവഹാരത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ അടക്കി നിർത്തുന്ന ആ ഒരു വൈകാരിക ശക്തിയാണ് ആര്? അഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ താക്കീത് നൽകുന്ന ഈ ഒരു അഹത്തിനെ മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നും അതുപോലെ തന്നെ വ്യക്തിത്വത്തിന്റെ പാലകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോ ഇത്ര ആലോചിച്ചാൽ മതി. റിയാലിറ്റിയിൽ, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ അഹം പ്രവർത്തിക്കുന്നത്. അടുത്തത് സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈഗോവിന്റെ തന്നെ പരിണിതമായിട്ടുള്ള രൂപം. ഈഗോ എന്ന് പറഞ്ഞാൽ അഹത്തിന്റെ തന്നെ പരിണിതമായിട്ടുള്ള രൂപമാണ് സൂപ്പർ ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് സൂപ്പർ ഈഗോ വികസിക്കുന്നത്. സാൻമാർഗിക തത്വത്തിൽ അടിസ്ഥാനം. ഇപ്പൊ സാൻമാർഗിക തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അപ്പോ ഒരാൾ സംശയം ചോദിക്കുന്ന ആ ഒരു ടൈമില് എന്ത് ചെയ്യാണ്? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അഹമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. മൂന്നാമത്തെ സ്റ്റേജ് സൂപ്പർ ഈഗോയാണ്. ആ സൂപ്പർ ഈഗോയുടെ ആ ഒരു സ്റ്റേജിൽ വരുന്നത് മൊറാലിറ്റി. അപ്പൊ ആള് സംശയം ചോദിച്ച സമയം അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതായത് സാൻമാർഗിക തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ഗുണവും ദോഷവും എല്ലാം ചിന്തിച്ചുകൊണ്ട് ആ ഒരു സാൻമാർഗിക തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സൂപ്പർ ഈഗോ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോയിഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള മനോലൈംഗിക വികാസഘട്ടങ്ങൾ, അപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ ഫ്രോയിഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള മനോലൈംഗിക വികാസങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതായത് നാം അനുഭവിക്കുന്ന ലൈംഗിക വികാസ പ്രതിസന്ധികൾ പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ നിർണ്ണയിക്കുന്നുണ്ട്. അതിന്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 5 ഘട്ടങ്ങള് നമ്മുടെ ഫ്രോയിഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തത് വദനഘട്ടമാണ്, ഓറൽ സ്റ്റേജ്. രണ്ടാമത്തത് ഗുദഘട്ടമാണ്, അനൽ സ്റ്റേജ്. നാലാമത്തത് ലിംഗഘട്ടം, ഫാലിക് സ്റ്റേജ്. പിന്നെ നിർലീന ഘട്ടം, ജനനേന്ദ്രിയ ഘട്ടം. അങ്ങനെ 5 സ്റ്റേജിന്റെ ബേസിലാണ് നമ്മുടെ ഫ്രോയിഡ് മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. നാം അനുഭവിക്കുന്ന ലൈംഗിക വികാസ പ്രതിസന്ധികൾ നമ്മുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കാണ് ആ ഒരു പ്രതിസന്ധികൾ നമുക്ക് നോക്കാം. ഇപ്പൊ പഠനഘട്ടം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു വദനഘട്ടം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിന്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുടിക്കുക, നുകര, കഴിക്കുക, അതായത് വിരലൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോ ആ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ വായു ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ശിശു ആനന്ദം കണ്ടെത്തുന്നത്. അതായത് നമ്മുടെ ഇറോജിനസ് സോൺ, അതായത് ഇറോജിനസ് സോൺ എന്ന് പറയുന്നത് ലൈംഗിക ഉത്തേജന മേഖല എന്ന് പറയുന്നത് വായയാണ്. അപ്പൊ ഇറോജനസ് സോൺ വരുന്നത് ആ ഒരു ടൈം പീരീഡിൽ, വദനഘട്ടത്തിൽ വായയാണ് വരുന്നത്. അപ്പോ കുടിക്കുക, കഴിക്കുക, അതുപോലെ നുകരാക്കുക എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലുള്ള ആ ഒരു കുട്ടികളുടെ ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രത്യേകതയായിട്ട് കാണുന്നതാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗുദഘട്ടമാണ്. 2 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ 1.5 വയസ്സ് മുതൽ കുറച്ചൊരു ടൈം പീരീഡേ ഉള്ളൂ. ഇപ്പൊ 2 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഗുദഘട്ടത്തിൽ വരുന്നത്. ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇപ്പൊ കുട്ടി സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകുന്നതും ആ ഒരു ഇതൊക്കെ ട്രെയിൻ ചെയ്ത് വരുന്ന ട്രെയിനിങ് ആണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടിയുടെ മനോലൈംഗിക വികാസഘട്ടവുമായി റിലേറ്റ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ വിസർജനം പിടിച്ചു വെച്ച്, അതുപോലെ തന്നെ പുറത്തോട്ട് തള്ളി, അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദത്തിലാണ് ആ ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോ വിസർജനം ഒന്നിലേക്ക് പിടിച്ചു വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് തള്ളി ഉണ്ടാകുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം കണ്ടെത്തുന്നത്. അടുത്തതായിട്ട് ലിംഗഘട്ടമാണ്. ഇപ്പൊ ലിംഗഘട്ടം എന്ന് പറയുന്നത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്.
നമ്മുടെ ലിംഗഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ലിംഗഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജിജ്ഞാസയും കൗതുകവും ലൈംഗിക കാര്യങ്ങളിൽ പ്രകടമാകുന്നത് ആ ഒരു സ്റ്റേജിലാണ്. 3 മുതൽ 5 വരെയുള്ള ആ ഒരു വയസ്സിൽ. ഇപ്പോ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗുദഘട്ടം എന്ന് പറയുന്നത് 2 വയസ്സ് ആ ഒരു കാലയളവാണ് എന്ത് നമ്മുടെ ഗുദഘട്ടം എന്ന് പറയുന്നത്. ലിംഗഘട്ടം എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ ജിജ്ഞാസയും കൗതുകവും കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ലൈംഗിക കാര്യങ്ങളിൽ പ്രകടമായിരിക്കും. അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങൾ താലോലിക്കുന്നതിൽ കുട്ടി ആനന്ദം കണ്ടെത്തുന്നു. ആ ഒരു സ്റ്റേജിലെ കുട്ടിയുടെ പ്രത്യേകതയാണ് എന്ത് ലൈംഗിക അവയവങ്ങൾ താലോലിക്കുന്നതിൽ കുട്ടി എന്ത് ചെയ്യുന്നു അതില് ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജിലെ മറ്റൊരു പ്രത്യേകതയാണ് പിതൃകാമനം, അതുപോലെ തന്നെ മാതൃകാമനം. ഇപ്പോ മാതൃകാമനം എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള ആ ഒരു വൈകാരിക അധിനിവേശത്തെയാണ് മാതൃകാമനം എന്ന് പറയുന്നത്. ഇപ്പൊ പിതൃകാമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള ആ അത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ആ ഒരു അടുപ്പം അല്ലെങ്കിൽ ആഭിമുഖ്യത്തിനെയാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് അച്ഛനോടും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് അമ്മയോടുമുള്ള ആ ഒരു അധിനിവേശം, ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിനെയാണ് പിതൃകാമനം അതുപോലെ തന്നെ മാതൃകാമനം എന്നിങ്ങനെ 2 പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലിംഗഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണിത്. അടുത്തതെന്ന് പറഞ്ഞാല് നിർലീന ഘട്ടം. അപ്പൊ ആ ഒരു പേരിലുണ്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോ 5 മുതൽ കൗമാര ആരംഭം വരെയുള്ള സ്റ്റേജ് ആണ്. അപ്പോൾ ലിംഗചോദനകൾ ഉറങ്ങിക്കിടക്കുന്നത് ഈ ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ അതായത് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള പ്രത്യേകിച്ച് ചോദനകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഓ, വിസർജനം പിടിച്ചു വെക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്, അതുപോലെ തടവത, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യമില്ല, നിർലീനമായിട്ടിരിക്കുന്ന ഒന്നും ഇല്ലാത്ത ലിംഗ അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് ലിംഗചോദനകൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സ്റ്റേജാണ്. ലിംഗചോദനകൾ ഉറങ്ങിക്കിടക്കുന്നത് ഈ ഒരു നിർലീന ഘട്ടത്തിലാണ്. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് ഇറോജന സോൺ താൽക്കാലികമായിട്ട് അപ്രത്യക്ഷിതമാകുന്നു. അപ്രത്യക്ഷമാവാന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ലിംഗചോദനകളൊക്കെ ഉറങ്ങിക്കെടുക്കുകയാണല്ലോ, അതുകൊണ്ട് അത്രമാത്രം. അപ്പോ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ജനനേന്ദ്രിയ ഘട്ടമാണ്. ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറഞ്ഞാല് കൗമാരപ്രായം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള സ്റ്റേജ് ആണ് എന്ത് ജനനേന്ദ്രിയ ഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് കൗമാരം മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ളത്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എതിർലിംഗക്കാരോടുള്ള താല്പര്യം, അതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് പറയുന്നത്. ഇപ്പൊ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മുടെ LP UP എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ മാനവികതാ സമീപനം, സവിശേഷക സമീപനം, മനോവിശ്ലേഷണ സിദ്ധാന്തം, ഇതൊക്കെ എന്താണ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് കൊടുത്ത് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഏരിയ ആണ്. ഇപ്പൊ LPക്കും UPക്കും ഒരേപോലെ ചോദ്യം വരുന്ന ഏരിയ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, ഇത് LPയുടെ ചോദ്യമാണ്. ദ നാച്ചർ ഓഫ് പ്രജഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? റോബർട്ട് ഹാർഡ്വിഗസ്റ്റ്, ആൽപോർട്ട്, ഹെൽവീഷ്യസ്, അതുപോലെ തന്നെ ലോറൻസ് കോൾബർഗ്. അപ്പൊ ഇതിൽ ആരാണ് ദ നേച്ചർ ഓഫ് പ്രജഡീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ്? നോക്കാം. നമ്മുടെ ആൽപോർട്ടാണ്. ആൽപോർട്ടിന്റെ ബുക്കാണ്. നമ്മൾ നേരത്തെ GW ആൽപോർട്ടിനെ പറ്റി പറഞ്ഞു. അപ്പോൾ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി ഇപ്പൊ ഈ ഒരു ചോദ്യം നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ബുക്കാണ് ചോദിച്ചിട്ടുള്ളത്. ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒന്നും കൂടി നല്ല രീതിയിൽ നോക്കിയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓ, ഏതൊരു ടോപ്പിക് നമ്മൾ പഠിക്കാന്നുണ്ടെങ്കിലും അതിന്റെ ആഴത്തിലും പരപ്പിലുമുള്ള ഏറ്റവും ഡീപ്പർ ലെവലിൽ പഠിച്ചു പോയാലാണ് ഏത് ക്വസ്റ്റ്യന്റെയും അതിന്റെ മാക്സിമം ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആൽപോർട്ടിന്റെ മറ്റ് ബുക്സ് നമുക്ക് നോക്കാം. ദ പേഴ്സൺ ഇൻ സൈക്കോളജി, ഡോക്യുമെന്റ് ഇൻ സൈക്കോളജിക്കൽ സയൻസ്, ദ നാച്ചർ ഓഫ് പ്രജുഡീസ്. ഇങ്ങനെ 3 പുസ്തകങ്ങളാണ് നമ്മുടെ ആൽപോർട്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ദ ക്ലാസിഫിക്കേഷൻ മെഷർമെന്റ്. അങ്ങനെ 4 പുസ്തകങ്ങൾ ആൽപോർട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ആൽപോർട്ടിനെ പറ്റി അറിയായിരിക്കും, പക്ഷെ പുസ്തകങ്ങളെ പറ്റി നമ്മൾ നോക്കൂല. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്.
ഇതൊക്കെ ചോദിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടും വരും. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? പക്ഷെ ചോദിക്കും. ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ 2024 ലാസ്റ്റ് നടന്ന LP എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അതിലും മറ്റു ഓപ്ഷൻ ആയിരുന്നു പറഞ്ഞ റോബർട്ട് ഹാർവിഗസ്റ്റ്. ഈ റോബർട്ട് ഹാർവിഗസ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഓരോ വ്യക്തിക്ക് ഇപ്പോ നമ്മുടെ ഏജ്, ഇപ്പൊ ശിശുവും യൗവനം, അങ്ങനെ പല സ്റ്റേജിലൂടെയാണ് ഓരോ മനുഷ്യരും എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. കടന്നു പോകുന്ന ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, എഴുതുന്നു, സംസാരിക്കുന്നു. ഇപ്പോ 2 വയസ്സായിട്ടുള്ള ഫാനെ കേൾക്കുന്നുണ്ടോ? നെറ്റ് ഡിസ്കണക്ട് ആയെന്ന് കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, എന്റെ പെട്ടെന്ന് സിസ്റ്റത്തിൽ നെറ്റ് ഡിസ്കണക്ഷൻ കാണിച്ച് ബ്രേക്ക് ആയി വിചാരിച്ചു. ഓക്കെ, അപ്പോ റോബർട്ട് ഹാർവിഗസ്റ്റിന്റെ ഡെവലപ്മെന്റ് ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തി, ഇപ്പോ ഡെവലപ്മെന്റ് ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പോ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ പഠിക്കുന്നു. ഇപ്പോ സ്കൂളിൽ പോകുന്നു, എഴുതുന്നു, വായിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് വരുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു വയസ്സാകുമ്പോൾ കുട്ടി നടക്കുന്നു. അപ്പോൾ ഓരോ പ്രായത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ശൈശവത്തിലായിക്കോട്ടെ, ബാല്യത്തിലായിക്കോട്ടെ, ആ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതിനെ പറയുന്നതാണ് എന്ത് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്ന ആ രാഷ്ട്രീയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റോബർട്ട് ഹാർവിഗസ്റ്റ് ആണ്. അതുപോലെ തന്നെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് അടുത്ത ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് കോൾബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. നൈതിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ധാർമ്മിക വികാസ ഘട്ടങ്ങളിൽ അടുത്തൊരു ചോദ്യമാണ്, LP എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ധാർമ്മിക വികാസ ഘട്ടങ്ങളിൽ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തന്റേതായിട്ടുള്ള വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? പിയാഷെ, കോൾബർഗ്, സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ തോണ്ടൈക്ക്. ഇതിൽ ആരാണ് ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തന്റേതായിട്ടുള്ള വികസന മാതൃകകൾ അവതരിപ്പിച്ചത്? അപ്പൊ നമ്മുടെ കോൾബർഗിന്റെയാണ് എന്ത് ധാർമ്മിക വികാസം അല്ലെങ്കിൽ സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൾബർഗിന്റെയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ധാർമ്മിക വികാസം, അല്ലെങ്കിൽ നൈതിക വികാസം, അല്ലെങ്കിൽ സാൻമാർഗിക വികാസം, മോറൽ ഡെവലപ്മെന്റ്, എന്ത് പറഞ്ഞാലും നമ്മുടെ കോൾബർഗ് ആണ്. അപ്പൊ കോൾബർഗ് ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹെയിൽസ് ഡിലേമ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ത്രൂ ആണ്. ആ സ്റ്റോറി ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3 ലെവലുകൾ ഉണ്ട്. 3 ലെവലുകൾക്കും സബായിട്ട് 2 ഘട്ടങ്ങളാണ് വരുന്നത്. അപ്പൊ 3 ലെവൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രാഗ് യഥാസ്ഥിത സദാചാര തലം. ആദ്യത്തെ ലെവലാണ് പ്രാഗ് യഥാസ്ഥിത സദാചാര തലം. രണ്ടാമത്തെ ലെവല് എന്ന് പറയുന്നത് യഥാസ്ഥിത സദാചാര തലമാണ്. മൂന്നാമത്തെ ലെവല് എന്ന് പറയുന്നത് യഥാസ്ഥിതാനന്തര സദാചാര തലമാണ്. അങ്ങനെ 3 ലെവലുകൾ ഉണ്ട്. 3 ലെവലുകൾക്കും സബായിട്ട് 2 ഘട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോ പ്രാഗ് യഥാസ്ഥിത സദാചാര തലത്തിൽ വരുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശിക്ഷയും അനുസരണയാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വമാണ്. അതുപോലെ തന്നെ യഥാസ്ഥിത സദാചാര തലത്തിൽ വരുന്നത് എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അന്തർവൈയക്തിക സമന്വയമാണ്. രണ്ടാമത്തെ പറയുന്നത് സാമൂഹിക സുസ്ഥിതി പാലനമാണ്. അതുപോലെ മൂന്നാമത്തെ ലെവലായിട്ടുള്ള യഥാസ്ഥിതാനന്തര സദാചാര തലത്തിൽ വരുന്നത് സാമൂഹിക വ്യവസ്ഥാ നിയമപരം. അതുപോലെ തന്നെ അടുത്ത ഘട്ടം സാർവജനീയ സദാചാര തത്വം. അങ്ങനെ 6 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. 3 ലെവലുകളിലായിട്ട് 6 ഘട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഘട്ടങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ ലെവല് പറയുന്നത് വ്യവസ്ഥാപിത പൂർവ തലം അല്ലെങ്കിൽ പ്രാഗ് അല്ലെങ്കിൽ പൂർവ യഥാസ്ഥിത സദാചാര തലം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. അപ്പോ വ്യവസ്ഥാപിത പൂർവ്വതലം എന്നോ അല്ലെങ്കിൽ പൂർവ യഥാസ്ഥിത സദാചാര തലമെന്നോ അല്ലെങ്കിൽ പ്രാഗ് യഥാസ്ഥിത സദാചാര തലമെന്നോ എന്ത് വന്നാലും ആദ്യത്തെ ലെവലാണ്. ആദ്യത്തെ ലെവൽ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോ പല പല പേരുകളിലാണ് ഓരോ എക്സാം എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. ഇപ്പോ ഇത്തവണ വ്യവസ്ഥാപിതം ചോദിച്ചാൽ ചിലപ്പോ യഥാസ്ഥിതം നമുക്ക് ചിലപ്പോ അറിയായിരിക്കും. നമ്മുടെ പേരുകള്
ഒന്നും അറിയിക്കും. ഇപ്പൊ യഥാസ്ഥിതാനന്തര സദാചാര തലം എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. അതിന് പകരം വേറൊരു പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. നമുക്ക് അറിയുന്ന കണ്ടന്റ് തന്നെ പല രീതിയിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ ആദ്യത്തെ ലെവലിൽ വരുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശിക്ഷയും അനുസരണയുമാണ്. ശിക്ഷയും അനുസരണയും എന്ന് പറഞ്ഞാല് അമ്മയുടെ അടി പേടിച്ച് കുട്ടി അനുസരിക്കുന്നത്. അപ്പൊ ശിക്ഷ പേടിച്ച് കുട്ടി അനുസരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ശിക്ഷ വേണ്ടി അനുസരിക്കുന്നു, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രോത്സാഹനത്തിനും വേണ്ടി അനുസരിക്കുന്നത് ഈ ഒരു സ്റ്റേജാണ്. അത് അതിനു വേണ്ടി നിന്ന് കൊടുക്കൽ വാങ്ങൽ മനോഭാവം, അതുപോലെ തന്നെ ബോധിപ്പിക്കൽ മനോഭാവം, ഇതൊക്കെ വരുന്നത് ആ ഒരു സ്റ്റേജിലാണ്. പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത, അപ്പൊ ശിക്ഷയും അനുസരണയും പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത. രണ്ടാമത്തെ ലെവലാണ് വ്യവസ്ഥാപിത തലം അല്ലെങ്കിൽ യഥാസ്ഥിത സദാചാര തലം, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. അതിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ്, ആദ്യത്തെ ഘട്ടമാണ് അന്തർവൈയക്തിക സമന്വയം. അന്തർവൈയക്തിക സമന്വയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ആ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ നല്ലത് പറയുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഗുഡ് ബോയ്, നൈസ് ഗേൾ എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ആ ഒരു സ്റ്റേജിലാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമ്മുടെ നാലാമത്തെ ഘട്ടമാണ് സാമൂഹിക സുസ്ഥിതി പാലനം. ഇപ്പൊ സാമൂഹിക സുസ്ഥിതി പാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് തന്റെ കടമയായിട്ട് കാണുന്നു. നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് തന്റെ കടമയായിട്ട് കാണുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിൽ നന്മ കാണുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്ന സമയം, അപ്പൊ അത് സീബ്ര ലൈനിലൂടെ തന്നെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നിൽ ഇടുക, അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഘട്ടമായിട്ട്, അതായത് സാമൂഹ്യ സുസ്ഥിതി പാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് വ്യവസ്ഥാപിതാനന്തര സദാചാര തലം അല്ലെങ്കിൽ യഥാസ്ഥിതാനന്തര സദാചാര തലം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ വരുന്ന ആദ്യത്തെ ഘട്ടം, അതായത് നമ്മളിപ്പോ ഓരോ സ്റ്റേജിലും രണ്ടെണ്ണം വെച്ച് പറഞ്ഞു. അപ്പോ മൂന്നാമത്തെ ലെവലിൽ വരുന്ന ഘട്ടമാണ്, ആദ്യത്തെ ഘട്ടമാണ് സാമൂഹിക വ്യവസ്ഥാ നിയമപരം. സാമൂഹിക വ്യവസ്ഥാ നിയമപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങൾ മാത്രം പാലിക്കുന്നു, എല്ലാ നിയമങ്ങളെയും അംഗീകരിക്കുന്നു, നിഷ്പ്രയോജനമായിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, എതിർക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്രോളിന് വില കൂടുക, അപ്പൊ അതിനെതിർക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ട് പറയുന്നത് സാർവജനീയ സദാചാര തത്വമാണ്. സാർവജനീയ സദാചാര തത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക, നീതി, ന്യായം, സമത്വം എന്നിവയിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പോ ക്ലാസ്സിൽ മോഷണം നടത്തിയിട്ടുള്ള ഒരു കുട്ടിയെ അധ്യാപിക എന്ത് ചെയ്തു, പ്രിൻസിപ്പളിനെ അറിയിക്കാതെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട പരിഹാരം ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പൊ ചിലപ്പോൾ ആ കുട്ടി മോഷ്ടിച്ച് ചിലപ്പോൾ കുട്ടിയുടെ അവസ്ഥ കൊണ്ടായിരിക്കും, ചിലപ്പോൾ ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ടായിരിക്കും. അപ്പോൾ അതിൽ നീതി എന്താണ്, ന്യായം എന്താണ്, സമത്വം എങ്ങനെയാണ് അതിൽ വരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ പരിഹരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അടുത്തൊരു ചോദ്യമാണ് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സ് വെർത്തിമർ ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഇപ്പൊ നമ്മുടെ ലേണിംഗ് തിയറീസ് പറയുന്നുണ്ട്. ലേണിംഗ് തിയറീസിൽ നമ്മുടെ വാട്സൺ, അതുപോലെ തന്നെ പാവലോ, സ്കിന്നർ, അങ്ങനെ കുറച്ച് ആൾക്കാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ് നമ്മുടെ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാൻമാർഗിക വികാസത്തിൽ ഒരാളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൾബർഗിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. നമ്മുടെ പിയാഷയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്ന 4 സ്റ്റേജ് ആണുള്ളത്. ഒന്നാമത്തത് അനോമി, പിന്നെ ഹെട്രോണമി, ഹതോറിറ്റി, ഹെട്രോണമി, റെസിപ്രോസിറ്റി, ആട്ടോണമി, റെസിപ്രോസിറ്റി, അങ്ങനെ 4 സ്റ്റേജസ് ആണ് പിയാഷയുടെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ കോൾബർഗ് ആണ്. കോൾബർഗിന് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. പിയാഷേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഇമ്പോർട്ടന്റ്, പക്ഷെ പിയാഷെ ചോദിക്കില്ല എന്നല്ല.
അപ്പോ അങ്ങനെ. അപ്പോ പിയാഷയുടെ 4 സ്റ്റേജ് ഇത്ര മാത്രമേ ഉള്ളൂ. അനോമി എന്ന് പറഞ്ഞാൽ ഇത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഹെട്രോണമി അതോറിറ്റി എന്ന് പറഞ്ഞാൽ 5 മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഹെട്രോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ 8 മുതൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പൊ അതുപോലെ തന്നെ ആട്ടോണമി റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ 13 മുതൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം. അങ്ങനെ 4 സ്റ്റേജുകളിലായിട്ടാണ് നമ്മുടെ പിയാഷെ സാൻമാർക്കിയ വികാസം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, അതുപോലെ തന്നെ പഠനം, ലേണിംഗ് തിയറീസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതനാര്? മാക്സ് വെർത്തിമർ, CL ഹള്ള്, വൂൾഫ് കോഹ്ലർ, കർട്ട് കോഫ്ക. അങ്ങനെ 4 ഓപ്ഷൻ ആണുള്ളത്. നമ്മുടെ ഹള്ളാണ് ഇതിന്റെ ആൻസർ വരുന്നത്. വെർത്തിമറും കോഹ്ലറും കോഫ്ക്കും ഇവർ 3 പേരും എന്താണ് നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ പണ്ഡിതരാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞാൽ LP യിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് UP യിൽ ചോദിച്ചിട്ടുള്ള 2024 UP യുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ സെയിം ടോപ്പിക്കിൽ തന്നെ 2 ഏരിയാസിലും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു തവണ. പിന്നെ ചോദ്യം ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ചേരുംപടി ചേർക്കലായിരുന്നു. പ്രശ്നപേടകത്തിലെ പൂച്ച. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എ പാർട്ട് എന്ന് പറയുന്നത് പ്രശ്നപേടകത്തിലെ പൂച്ച, ബോബോ പാവ പരീക്ഷണം, സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി, ഹെയ്റ്റ്സ് ഡിലേമ. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്ത് വരുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പൊ ഇതെങ്ങനെ നമുക്കൊന്ന് മാച്ച് ദ ഫോളോയിങ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോ പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത് നമ്മുടെ ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ ബോബോ പാവോ പരീക്ഷണം നിരീക്ഷണ പഠന സിദ്ധാന്തമായി റിലേറ്റ് ആയതാണ്. ഓക്കെ, ഇനി സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി. സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി എന്ന് പറയുന്നത് നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഹെയ്സ് ഡിലേമ സാൻമാർഗിക വികാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഹെയ്സ് ഡിലേമ നമ്മൾ നേരത്തെ പറഞ്ഞു, കോൾബർഗിന്റെ സാൻമാർഗിക വികാസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹെയ്സ് ഡിലേമ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോ നോക്കി നമ്മൾ ആ ഒരു ഘട്ടങ്ങൾ മാത്രമല്ല, അത് വന്ന വഴി ഏതാന്ന് വരെ ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ LP ആണെങ്കിലും UP ആണെങ്കിലും അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നത് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന്. അപ്പോ 1 എന്ന് പറയുന്നത് C ആണ്, അതുപോലെ 2 എന്ന് പറയുന്നത് A ആണ്, അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് B ആണ്, 4 എന്ന് പറയുന്നത് D ആണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നമ്മളിപ്പോ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 C, 2 A, 3 B, 4 D. അതാണ് അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. അതേപോലെ തന്നെ UP യുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്, സാമീപ്യമായോയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു? അപ്പോ ഇത് ഏതാണ് പെടുന്നത്? നമ്മുടെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ 5 റൂൾസ് പറയുന്നുണ്ട്, 5 നിയമങ്ങൾ പറയുന്നുണ്ട്. 5 നിയമത്തിൽ ഏതാണ് പെടുന്നത്? സാമ്യതാ നിയമം, സാമീപ്യ നിയമം, സമ്പൂർണതാ നിയമം, തുടർച്ചാ നിയമം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സാമീപ്യ നിയമമാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുണ്ട് സാമീപ്യമായവയെ ഒരു കൂട്ടമായി കാണാൻ, സാമീപ്യ നിയമം. അപ്പൊ ആ ഒരു നമുക്ക് ചിലത് എന്ന് പറഞ്ഞാല് നമ്മൾ അത്രയും വലിയ മൈൻഡൊന്നും വേണ്ട, നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊന്ന് കുറച്ച് സമയം അതിനു വേണ്ടി കൊടുത്താൽ മതി. ഇപ്പോ ഈ ചോദ്യം എന്ന് പറയുന്നത് സാമീപ്യമായവയെ, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിന് എന്ത് ചെയ്യാം, എടുത്തെഴുതാം. സാമീപ്യ നിയമം എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തെഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് പറയുന്നത് ശ്രമപരാജയ
പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? ഫല നിയമം, ചോദക നിയമം, പ്രതികരണ നിയമം, ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം. സി പറയുന്നത് സന്നദ്ധത, ഫല നിയമം, അഭ്യാസ നിയമം. ടി പറയുന്നത് അഭ്യാസ നിയമം, സന്നദ്ധത നിയമം, പ്രതികരണ നിയമം. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. അങ്ങനെ 3 നിയമങ്ങളാണ് ശ്രമപരാജയ സിദ്ധാന്തവുമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം. ഇത് നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന LPUP എക്സാമിനേക്കാളും അതിന് തൊട്ടു മുമ്പ് നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ നിലവാരത്തിൽ വരുന്ന മാറ്റം എന്താന്ന് കണ്ടാൽ തന്നെ അറിയാം. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾഡ് മനഃശാസ്ത്രമാണ് ആൻസർ വരുന്നത്. കണ്ട, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും നോക്കിയേ. ആ ചോദ്യത്തിന് ഇപ്പൊ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് ആ ഒരു ചോദ്യത്തിന്റെ കാഠിന്യം. ഇപ്പോ മാച്ച് ദ ഫോളോയിങ് നമുക്ക് 4 ഓപ്ഷൻ അറിയുന്ന ആൾക്കേ അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 ഓപ്ഷൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്വസ്റ്റ്യന്റെ 1 മാർക്ക് പോയി. 1 മാർക്കും പിന്നെ വല്ല നെഗറ്റീവ് ഉണ്ടെങ്കിൽ 1/3യും 1/3 മാർക്ക് ഉണ്ടാവും, പോകും. അപ്പൊ അതുപോലെ തന്നെ ഇതും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യമാണ്. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്രം? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രമാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യമല്ല, നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നമ്മുടെ ചോദകം എന്താണ്, സ്റ്റിമുലസ് എന്താണ്, റെസ്പോൺസ് എന്താണ്, വ്യവഹാരവാദം, അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങൾ, അങ്ങനെ അത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ചോദ്യത്തിൽ വരുന്ന കാഠിന്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാമിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീപ്പർ ലെവലുള്ള ചോദ്യമായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്? ഓ, ഏതൊരു ജീവിയുടെയും പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളും ചില ചോദകങ്ങളോടുള്ള പ്രതികരണമാണ് എന്ന് വാദിക്കുന്ന പഠന സമീപനമാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില പെരുമാറ്റങ്ങളോടുള്ള പെരുമാറ്റവും മാനസിക പ്രവർത്തനങ്ങളുമായിട്ടുള്ള ചില ചോദകങ്ങളോടുള്ള പ്രതികരണമാണ് എന്ത്, അത്തരത്തിലുള്ള ഒരു പഠന സമീപനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ഇപ്പൊ ചോദകം എന്ന് പറയുന്നത് ഒരു പ്രതികരണം ഉണ്ടാകുന്നതിനായി കൊടുക്കുന്ന ഉദ്ദീപനത്തിനെയാണ് ചോദകം എന്ന് പറയുന്നത്. ഒരു പ്രതികരണം ഉണ്ടാവാനായിട്ട് നാം കൊടുക്കുന്ന ഉദ്ദീപനമാണ് ചോദകം. അതാണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ ചോദകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കുന്ന റെസ്പോൺസ്, അപ്പോൾ ഒരു ചോദകം സ്റ്റിമുലസുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു റൂൾസും ഫുള്ളും പോകുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് നമ്മുടെ പാവലോ, സ്കിന്നർ, തോണ്ടൈക്ക്, അതുപോലെ തന്നെ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആർ എം ഗാഗ്നെ, എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ കുറച്ചും കൂടിയും ഹയർ ലെവലിൽ കുറച്ചും കൂടി ഇതായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ആള് എന്ന് പറയുന്നത് നമ്മുടെ JB വാട്സൺ ആണ് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പാവലോടെ അനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പ്രക്രിയ, ആ ഒരു അനുബന്ധന സിദ്ധാന്തം അല്ല അതിന്റെ പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ അനുബന്ധന സിദ്ധാന്തം, അങ്ങനെ 3-4 പേരുകളിൽ അറിയപ്പെടും. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇപ്പോൾ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി പാവലോട്. അപ്പോ ഈ പാവലോ എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിലോട്ട് എത്താനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റിലൂടെയാണ്. ഇപ്പൊ പാവലോ പാ വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാവലോടെ പട്ടി. അപ്പൊ ഈ പട്ടിയെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പാവ്ലോ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. പട്ടിയെ വെച്ചിട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു പട്ടിയെ കൂട്ടിൽ അടച്ചേക്കായിരുന്നു. ആ കൂട്ടിൽ അടച്ച് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തിന്റെ സമയമാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കാനാകുന്ന ടൈമില് പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോ ബന്ധ സിദ്ധാന്തം, അപ്പോ ബന്ധിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത്. മണിയച്ചയും ഭക്ഷണവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത്, അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാവ്ലോവ് ഈ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ആദ്യം എന്ന് പറയുന്നത് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിൽ വെള്ളം ഊറില്ലേ. അതേപോലെ തന്നെയാണ് നായും. അപ്പോ നായ്ക്ക് കൊടുത്തിട്ടുള്ളത് ഇറച്ചിപ്പൊടിയായിരുന്നു. ഇറച്ചിപ്പൊടി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നായുടെ വായിൽ നിന്ന് വെള്ളം വരുന്നു, അതായത് ഉമിനീര് വരുന്നു.
അപ്പോ അനുബന്ധിപ്പിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു സംഭവം. ആദ്യം നോർമലായിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറച്ചിപ്പൊടി കാണുന്നു, വായിൽ വെള്ളം വരുന്നു. അടുത്തത് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഇറച്ചിപ്പൊടി കൊടുക്കുന്ന ആ നായ്ക്ക് ഇറച്ചിപ്പൊടി കൊടുക്കുന്ന അറ്റ് എ ടൈമിൽ ഇറച്ചിപ്പൊടി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു മണി അടിക്കുന്നു. അപ്പൊ മണി അടിക്കുന്നു, ഇറച്ചിപ്പൊടി കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നായയുടെ വായിൽ എന്ത് ചെയ്യുന്നു, വെള്ളം വരുന്നു. അപ്പോ മണി അടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഇറച്ചി, ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഇറച്ചിപ്പൊടി കൊടുക്കുന്നു, മണിയടിക്കുന്നു. മണിയടിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഇറച്ചിപ്പൊടിയും കൊടുക്കുന്നത്. അത് രണ്ടും ഒരൊറ്റ ടൈമിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഇപ്പൊ നായ്ക്ക് അറിയാം മണി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കിട്ടും. അപ്പൊ മണിയൊച്ച കേൾക്കുമ്പോ എന്ത് ചെയ്യുന്നു, നായയുടെ വായിൽ വെള്ളം വരുന്ന ഒരു സ്റ്റേജ് ആവും. ആദ്യം ഭക്ഷണം കൊടുത്തപ്പോ മാത്രം ഉമിനീര് വന്നിരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നീട് എന്താവാണ്, ചെറിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ഭക്ഷണം കൊടുത്തപ്പോ മാത്രം ഉമിനീര് വന്നത് മാറി. മണിയൊച്ച കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഉമിനീര് വരുന്നു. അത് അനുബന്ധിപ്പിച്ചുകൊണ്ട് മണിയൊച്ചയെയും ഇറച്ചിപ്പൊടിയെയും അനുബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്നു. ആദ്യം കൊടുക്കുന്നത് ഇവിടുത്തെ ചോദകം എന്ന് പറയുന്നത് ഇവിടെ ഇറച്ചിപ്പൊടിയാണ്. ആ ഒരു പ്രതികരണം ഉണ്ടാവാനായിട്ട് കൊടുത്തിട്ടുള്ള ഉദ്ദീപനമായിട്ടുള്ള ഈ ചോദകം എന്ന് പറയുന്നത് ഇറച്ചിപ്പൊടിയാണ്. ഇറച്ചിപ്പൊടി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുത്തത്. മണിയൊച്ച കേൾക്കുമ്പോൾ ആ നായുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തെ ആ ഒരു പ്രോസസ്സിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു റെസ്പോണ്ട് ആണ്. ഇപ്പോ ഇറച്ചിപ്പൊടി കൊടുത്തിട്ടുള്ള അവസാന ആ ഒരു സ്റ്റേജ് എത്തുമ്പോ മണിയൊച്ച കേട്ടാലും നായുടെ വായിൽ വെള്ളം വരുന്ന ആ ഒരു ഇതിലോട്ട് എത്തും. അപ്പോ അതാണ് നമ്മുടെ പാവലോടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ കുറച്ച് ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ആദ്യത്തെ ആശയം ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആദ്യത്തെ എന്ന് പറയുന്നത് വിലോപമാണ്. ഇപ്പൊ വിലോപം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിലോപം? ഇപ്പൊ വിലോപം എന്നത് ഇപ്പൊ വിലോപിക്ക, എക്സ്റ്റൻഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മണി ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞു മണിയൊച്ച കേൾക്കുന്നു, ഉമിനീര് വരുന്നു. അപ്പോ ഈ മണിയൊച്ച കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഉമിനീര് വരുന്നുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് മണിയടിക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു റെസ്പോണ്ട് എന്താവും, ഇല്ലാതാകും. അപ്പൊ മണിയൊച്ച കേൾക്കുമ്പോ നായയുടെ വായിൽ ഉമിനീര് വരുന്നത് അറ്റ് എ ടൈം ഫുഡ് കിട്ടുമെന്നുള്ള നായയുടെ മെന്റാലിറ്റിയാണ്. ആ ഭക്ഷണം അവരെ തരും എന്നുള്ള ആ ഒരു ഒറ്റൊരു ഉറപ്പിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ മണിയൊച്ച കേൾക്കുന്ന സമയത്ത് ഉമിനീര് വരുന്നത്. തുടർച്ചയായിട്ടും മണിയൊച്ച മാത്രമാണ് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നായയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു റെസ്പോൺസ്, ആ നായയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്, വായിൽ നിന്ന് ആ ഉമിനീര് വരുന്നത് എന്താവും, സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. വിലോപം വഴി ഇല്ലാതാകും. അതാണ് വിലോപം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പുനഃപ്രാപ്തിയാണ്. പുനഃപ്രാപ്തി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിലോപം വഴി ഇല്ലാതായിട്ടുള്ള ഈ ഒരു പ്രതികരണം, പുനഃപ്രാപ്തി വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മണിയൊച്ച കേട്ടു, ഭക്ഷണം കൊടുക്കാതായി, നായുടെ വായിൽ വെള്ളം വരുന്നത് നിന്ന്, ഉമിനീര് വരുന്നത് നിന്ന്. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മളിത് റിപ്പീറ്റ് അടിച്ച് എന്ത് ചെയ്യുന്നു, വീണ്ടും മണിയൊച്ച കേട്ടു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രോസസ്, സെയിം പ്രോസസ്, നായുടെ വായിൽ എന്ത് ചെയ്യുന്നു, ഉമിനീര് വരും. പുനഃപ്രാപ്തി എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ആശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലേഡ് കണ്ടീഷണൽ റെസ്പോൺസ്. വിളംബിതം എന്ന് പറഞ്ഞാൽ നേരം വൈകിട്ടുള്ള ആ ഒരു പ്രതികരണം. അപ്പോ അതായത് ലേറ്റ് ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ഫുഡ് കൊടുക്കുന്ന മണിയടിച്ച് അപ്പൊ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം കുറച്ച് ടൈം എടുത്തു. അപ്പൊ ആദ്യം ഒരു 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, അതായത് മണിയടിച്ച് ഇൻക്രീസ് ചെയ്ത്, ആ ടൈം ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ആ ഒരു ടൈമിൽ എന്താണ് ഭക്ഷണം കൊടുത്താലും എന്ത് ചെയ്യും, ആ ഇടവേളകൾക്കുള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്, നായ്ക്ക് പ്രതികരണം ഉണ്ടാകും. അപ്പോ നായ്ക്കറിയാം മണിയൊച്ച കേട്ട് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഭക്ഷണം കിട്ടും. ചിലപ്പോ സഡനായിട്ട് കിട്ടും, ചിലപ്പോ കുറച്ച് ടൈം എടുക്കും. അതായത് ആ ഒരു ടൈം, ആ ഒരു ഇന്റർവെൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തിരുന്നാലും ആ ഒരു ഇത് കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യാം, നായ്ക്ക് ബോധ്യമുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ചോദക സാമാന്യവൽക്കരണം. ചോദക വിവേചനവുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, ഇതിൽ ഓരോ ഓരോ ആശയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാ പ്രാവശ്യത്തെ എക്സാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോവാത്ത ചോദ്യപേപ്പർ ഇല്ല. ഇപ്പൊ ചോദക സാമാന്യവൽക്കരണം എന്നതാണ് ഉദ്ദേശിക്കുന്നത് സാമ്യമുള്ള ചോദകങ്ങള് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സമയത്ത് അഭ്യസിച്ചിട്ടുള്ള ആ ഒരു പ്രതികരണം വരും. ഇതിന് സാമ്യമായിട്ടുള്ള ചോദകങ്ങൾ വരുവാണെങ്കിൽ, ആ മണിയൊച്ച ഈ വീണ്ടും വേറെ രീതിയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും,
ആ ആ നായ്ക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലത്തെ പ്രതികരണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ചോദക സാമാന്യവൽക്കരണം ഒരുപോലെയുള്ളത് എന്നുള്ളത്. ഇപ്പോ ഓ ഇതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ടീച്ചറോടുള്ള ഒരു ഭയം, അപ്പൊ ആ ഇംഗ്ലീഷ് ടീച്ചറുടെ പ്രതികരണം, എല്ലാ കാര്യങ്ങളും കൊണ്ടുള്ള ഭയം, പിന്നീട് ആ കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് സോഷ്യൽ എടുക്കുന്ന ടീച്ചർ അന്ന് 6ാം ക്ലാസ്സിലുള്ള അതേ ടീച്ചറുടെ ആ ഒരു ബിഹേവിയർ ആണ് ഈ ടീച്ചർക്ക് എന്നുണ്ടെങ്കിൽ അതേ ഭയം എന്തുണ്ടാവും ആ കുട്ടിക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടീച്ചറോട് ഉണ്ടായിരിക്കും. സാമാന്യവൽക്കരിക്കുക, ജനറലൈസ് ചെയ്യുക, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ഇങ്ങനെ എക്സാമ്പിൾ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്തത് ചോദക വിവേചനമാണ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. വിവേചിച്ചറിയാൻ പറ്റാം. ഇപ്പോ നമ്മൾ ഈ മണിയൊച്ച കേൾക്കുന്ന കാര്യം പറഞ്ഞു. ഒരു 4 മണി അടിച്ചാലാണ് ഭക്ഷണം കിട്ടുക എന്ന് വിചാരിക്കും. അപ്പൊ ഒരു 3 മണി അടിച്ചു കഴിഞ്ഞാല് നായുടെ വായിന്ന് വെള്ളം വരില്ല. 4 എപ്പ അടിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ, വെള്ളം വരുള്ളൂ. നായുടെ വായിൽ ഉമിനീര് വരത്തുള്ളൂ. അപ്പൊ ചോദകങ്ങളെ, ആ ഒരു സ്റ്റിമുലസിനെ വിവേചിച്ചറിയാനുള്ള കഴിവ് എന്നുണ്ട്, ഉണ്ട്. അപ്പൊ ഈ 5 ആശയങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പാവലോവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത്, നമുക്ക് അടുത്തൊരു വ്യക്തി JB വാട്സൺ ആണ്. JB വാട്സനെ സംബന്ധിച്ച് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവാണ്. JB വാട്സൺ പരീക്ഷണം നടത്തിയിട്ടുള്ള തന്റെ സ്വന്തം കുഞ്ഞിലാണ്, സ്വന്തം കുഞ്ഞായിട്ടുള്ള ആൽബർട്ടിലാണ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പോ കുട്ടീനെ എന്ത് ചെയ്യാണ്, എലീനെ പിടിക്കാൻ പോകുന്ന, ഒരു വെളുത്തൊരു എലീനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരു പാട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കുട്ടീനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാട്ട് വെച്ച് പാട്ടല്ല, ഒരു ഭീകരപ്പെടുത്തുന്ന ഒരു സൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടിയെ പേടിപ്പിക്കുകയാണ് JB വാട്സൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഒരു റെസ്പോണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് റെസ്പോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ JB വാട്സൺ സ്വന്തം കുട്ടിയായിട്ടുള്ള ആൽബർട്ടിലാണ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോ JB വാട്സന്റെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ആ ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ആ വെളുത്ത എലിയെ കാണുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംഭവമുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, പേടി വരും. അപ്പോ കാരണം എന്താ, ആ എലിനെ പിടിക്കാൻ പോയ സമയത്താണ് അവിടെ ഭീകരമായിട്ടുള്ള ആ ഒരു സൗണ്ട് ഇത് കേട്ടിട്ടുള്ളത്. അപ്പോ JB വാട്സന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിസരമാണ് ശിശുവികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. ആ എൻവയറമെന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ശിശുവിന് നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ പരിസരം എന്തായിരിക്കണം, നന്നായിരിക്കണം. അതുപോലെ തന്നെ അപ്പോ ആ കുട്ടിയെ പറ്റിയിട്ടുള്ള എക്സ്പെരിമെന്റ്, കുട്ടിയെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, പരിസരം എന്ന് പറയുന്നത് ശിശുവികാസത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സൺ ആണ്. വാട്സൺ ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എനിക്കൊരു 1 ഡസൻ കുട്ടികളെ തരൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞാൻ കുട്ടികളെ ആക്കിത്തരാം. അതായത് വാട്സന്റെ ഒരു ചിന്താഗതിയിൽ പരിസരം നന്നായി കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്, ശിശു വികാസം നടക്കുമെന്നാണ് വാട്സന്റെ ആ ഒരു ചിന്താഗതി. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കിയ കാര്യം, ആ കുട്ടി ആ ഒരു അറ്റേ മൊമെന്റിൽ ആ ഒരു സൗണ്ട് കേട്ടപ്പോ, ആ സൗണ്ട് കേട്ടത് കൊണ്ട് മാത്രമാണ് ആ എലിയെ പേടിച്ചത്. അല്ലാത്ത പക്ഷം എലിയനോട് പേടി ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് പിടിക്കുന്നു, വിടുന്നു. പക്ഷെ ആ ഒരു ഭീകരമായിട്ടുള്ള സൗണ്ട്, ആ ഒരു പരിസരം മോശമായത് കൊണ്ട് മാത്രമാണ് കുട്ടി പേടിച്ചിട്ടുള്ളത്. അപ്പോ പരിസരം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതേപോലെ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ പഠന സിദ്ധാന്തത്തിൽ അടുത്തായിട്ട് പറയുന്നത് തോണ്ടൈക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോ ശ്രമപരബന്ധ സിദ്ധാന്തം, ബോർഡ് തിയറി എന്നുള്ള പേരിലൊക്കെ എന്ത് ചെയ്യും, ഇത് അറിയപ്പെടും. ഇതെന്ന് പറയുന്നത് പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത് ആളുടെ എക്സ്പെരിമെന്റ് അങ്ങനെയായിരുന്നു. ഒരു പൂച്ചയെ എന്ത് ചെയ്യുന്നു, ഒരു കൂട്ടിൽ അടയ്ക്കുന്നു. ഒരു കൂട്ടിൽ അടച്ചിട്ട് ആ കൂട്ടിലൊരു ലിവർ ഉണ്ട്. ആ ലിവറിൽ ചവിട്ടുന്ന സമയത്താണ് ലിവർ തുറക്കുക. അപ്പൊ പൂച്ചയെ സംബന്ധിച്ച് ലിവർ ഏതാ ഒന്നും അറിയത്തില്ല. പുറത്ത് ഒരു ബൗളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്. പുറത്ത് ഭക്ഷണം വെച്ചിട്ടുണ്ട്. പൂച്ച എന്നുണ്ടെങ്കിൽ ഈ കൂടിനകത്ത് കെടുക്കാണ്. പൂച്ചനെ സംബന്ധിച്ച് ആ ഭക്ഷണം കഴിക്കണം. ആ ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കാൻ, ആ പൂച്ച അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള ആ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് ആ പുറത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്ത് പുറത്ത് ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആ ഒരു ഭക്ഷണം ആ ലിവർ ചവിട്ടുന്ന സമയത്ത് കൂടിന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യും, എത്തും. ആ ലിവർ ചവിട്ടുമ്പോൾ ഭക്ഷണം ഉള്ളിലോട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലാണ് വരിക. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൂച്ച പ്രതികരിക്കുന്നത്. അപ്പോൾ ആ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ആ ഇതിനുള്ളിൽ ഇങ്ങനെ ഫുള്ള് ഓടിക്കളിക്കുകയാണ്. ഓടിക്കളിച്ച്
ഒരു പോയിന്റ് എത്തിയപ്പോ എന്ത് ചെയ്യുന്നു, എന്തോ ഒരു സാധനത്തമ്മ ചവിട്ടി ഭക്ഷണം കിട്ടി. വീണ്ടും എന്ത് ചെയ്യുന്നു, ഓടി 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 കളിക്കുന്നു. അപ്പൊ വീണ്ടും, അതായത് ആദ്യം ആ ഒരു ലിവറിൽ ചവിട്ടാൻ ആ പൂച്ച എടുത്ത സമയം എന്ന് പറയുന്നത് 10 പിന്നീട് 9, 8, 7, 6, 5, 4, 3, 2 അങ്ങനെ ആ കൂട്ടിലിടുമ്പോത്തിനും ആ പൂച്ച പുറത്ത് അതെ ലിവർ ചവിട്ടുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. അറ്റേ മൊമെന്റിൽ എന്ത് ചെയ്യുന്നു, ആ നമ്മുടെ ഈ കൂട് തുറന്നു ഒന്നില്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും കൂട്ടിലാക്കുന്നു, വീണ്ടും പുറത്തോട്ട് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ അറ്റേ മൊമെന്റ് ഇടുമ്പോത്തിനും ആ ഒരു ലിവർ ചവിട്ടുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഈ ഒരു പൂച്ച എത്താണ്. ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യാണ്, 3 നിയമങ്ങൾ, പഠന നിയമത്രയം എന്നറിയപ്പെടുന്നു. നമ്മുടെ ഈ തോണ്ടയ്ക്കിന്റെ 3 നിയമങ്ങൾ പഠന നിയമത്രയം എന്നാണ് അറിയപ്പെടുന്നത്. 3 നിയമങ്ങൾ എന്തെയാണ് നമ്മുടെ തോണ്ടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് സന്നദ്ധതാ നിയമമാണ്. സന്നദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് റെഡിനെസ്. ഇപ്പൊ ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സംതൃപ്തികരവും സന്നദ്ധതല്ലാതിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നത് അസംതൃപ്തികരമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ക്ലാസ് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്നദ്ധരായത് കൊണ്ടാണ്. അടുത്തൊരു LP UP എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു സന്നദ്ധത, ആ ഒരു മെന്റാലിറ്റി, ആ ഒരു റെഡിനെസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോ ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോ അല്ലാത്ത പക്ഷം, ഇപ്പൊ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകും, സ്വാഭാവികമായിട്ടും സ്കിപ്പ് അടിച്ച് പോകും. അടുത്ത നിയമം എന്ന് പറയുന്നത് ആവർത്തന നിയമമാണ്, അല്ലെങ്കിൽ ആവർത്തന നിയമം, അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു ആവർത്തന നിയമം എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് അടിക്കും, ഏതൊരു പ്രവർത്തനവും റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ദൃഢമാകും. ഏതൊരാശയം നമ്മളിപ്പോ ഇന്നൊരു കാര്യം, ഈ ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു വട്ടം വായിക്കുന്നതിനേക്കാളും ഒരു 10 പ്രാവശ്യം വായിക്കാൻ നമ്മുടെ മൈൻഡിൽ നിൽക്കും. അതേപോലെ ആവർത്തനമാണ് പഠനത്തെ സ്ഥിരമാക്കുന്നത്. പഠനം എന്ന് പറയുന്നത് നമ്മൾ മറക്കാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നത് ആവർത്തനമാണ്. ലാസ്റ്റ് വൺ ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം, ലോ ഓഫ് എഫക്റ്റ്. ഇപ്പൊ ഫല നിയമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഫല നിയമം എന്തുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഈ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി, ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം കിട്ടി. അപ്പോ സന്നദ്ധമായിരുന്നു, പഠിച്ചു, ആവർത്തിച്ച് റിപ്പീറ്റ് അടിച്ച് പഠിച്ചു, ക്ലാസ്സിൽ ഫസ്റ്റായി ഒന്നാമതെത്തി കഴിഞ്ഞു, സമ്മാനം കിട്ടി. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അടുത്ത എക്സാമിന് ഇതേപോലെ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഇതേപോലെ സമ്മാനം വാങ്ങണം. അപ്പൊ അതിന്റെ ഫലം എന്ന് പറയുന്നത്, അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് അടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയ്ക്കിന്റെ മറ്റൊരു ആശയമാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. ആള് പറഞ്ഞിട്ടുള്ള ഒരു വേർഡാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. അടുത്ത നമ്മുടെ സ്കിന്നറാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ആൾക്കാർ, നമ്മൾ തോണ്ടയ്ക്ക്, വാട്സൺ, പാവലും, ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരുടെ പ്രത്യേകത ആദ്യം ആ ഒരു പ്രതികരണം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ആ പ്രതികരണം ഉണ്ടാകാനായിട്ട് ഒരു ഉദ്ദീപനം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, ഒരു ചോദകം കൊടുക്കുന്നു. ആ ചോദകത്തിലൂടെയാണ് പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം വരുന്നത് ചോദകമാണ്, അതിൽ നിന്നാണ് റെസ്പോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ നമ്മുടെ വാട്സന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൗണ്ട് വെച്ചത്. ആ സൗണ്ട് വെക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ചോദകം കൊടുത്ത് പേടി എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാവലോടെ പട്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ പട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇറച്ചിപ്പൊടി എന്ന് പറയുന്നത് വായിൽ ഉമിനീര് വന്നും നമ്മുടെ ആ ഒരു സൗണ്ടുമായിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. അപ്പൊ ഉമിനീര് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇറച്ചിപ്പൊടി വെച്ച് മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. ആ ഒരു പ്രതികരണത്തെ ആദ്യം കൊടുക്കുന്നത് ഒരു ചോദകമാണ്. ചോദകത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ സ്കിന്നറിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രതികരണം വന്നതിന് ശേഷം മാത്രമാണ് ചോദകം കൊടുക്കുന്നത്, പ്രതികരണം വന്നതിന് ശേഷം. അപ്പോ സ്കിന്നറുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ സ്കിന്നറാണ്. അതുപോലെ തന്നെ പ്രക്രിയാനുബന്ധന സിദ്ധാന്തം, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, ഓപ്പറന്റ് കണ്ടീഷൻ എന്നിങ്ങനെ 3-4 പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നറുടെ ആശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്. പ്രബലന സിദ്ധാന്തം, റീഇൻഫോഴ്സ്മെന്റ് തിയറി നമ്മുടെ സ്കിന്നറുടെയാണ്. ഇപ്പൊ പ്രബലനം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സ്കിന്നറാണ്. അപ്പൊ പ്രബലനമാണ് സ്കിന്നർ സിദ്ധാന്തങ്ങളുടെ കേന്ദ്ര ബിന്ദു. അപ്പോ നമ്മുടെ എന്താണ് പ്രബലനം? ഒരു പ്രതികരണത്തിന് ഉടൻ തന്നെ നൽകുന്ന ചോദകമാണ് പ്രബലനം എന്ന് പറയുന്നത്. പ്രതികരണത്തിന് ഉടൻ തന്നെ കൊടുക്കുന്ന ചോദകം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇപ്പൊ നന്നായി അറ്റ് എ ടൈം ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ തോളത്ത് തട്ടിയിട്ട് നല്ലതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്,
അതൊരു പ്രബലനമാണ്. ഒരു പ്രതികരണത്തിന് ഉടൻ തന്നെ നൽകുന്ന ചോദകത്തിനെയാണ്, ആ ചോദക പ്രക്രിയയാണ് എന്ന് പറയുന്നത് പ്രബലനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രബലനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് തരത്തിലുണ്ട്. ധനപ്രബലനമുണ്ട്, ഋണപ്രബലമുണ്ട്. ധനപ്രബലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണ്. ഋണപ്രബലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണ്. ധനപ്രബലനം എന്നാൽ ആശ്വാസകരമായിട്ടുള്ള പ്രതികരണത്തിന് ഉടൻ തന്നെ നൽകുന്ന സംതൃപ്തികരമായിട്ടുള്ള ചോദകത്തെയാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. ആശ്വാസകരമായിട്ടുള്ള പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ നൽകുന്ന സംതൃപ്തികരമായിട്ടുള്ള ചോദകം. ഇപ്പോ ക്ലാസ്സിൽ അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ക്ലാസ്സിൽ കൊടുക്കുന്ന പ്രശംസകളാണെന്നുണ്ടെങ്കിലും അംഗീകാരമാണെന്നുണ്ടെങ്കിലും അതൊരു പ്രബലനമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള. ഇപ്പൊ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് കുട്ടി പെട്ടെന്നായിട്ട് ആൻസർ പറയുന്നു, ചോദിച്ച മറ്റേ മൊമെന്റിൽ ആൻസർ പറയുമ്പോൾ തന്നെയാണ് കുട്ടീനെ എന്ത് ചെയ്യാണ് പ്രശംസിക്കുക, അംഗീകരിക്കുക എന്നുള്ളത്. ആ സംഭവങ്ങളൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധനപ്രബലനമാണ്. ഇനി അടുത്തത് ഋണപ്രബലനം എന്ന് പറയുന്നത് ആശ്വാസകരമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് അസുഖകരമായിട്ടുള്ള ഒരു ചോദകം പിൻവലിക്കുക. ഋണപ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയല്ല, ഒരു അസുഖകരമായിട്ടുള്ള ഒരു ചോദകം പിൻവലിക്കുക. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട്ബുക്കിൽ പകർത്തി എഴുതുന്ന അസൈൻമെന്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുക. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് നോട്ട്ബുക്കിൽ ഇങ്ങനെ അസൈൻമെന്റ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്, ഇരുന്ന് എഴുതണ്ടേ, അത് കുറച്ച് ടാസ്ക് തന്നെയാണ്, കുറച്ച് റിസ്കി എലമെന്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അസൈൻമെന്റിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? അസുഖകരമായിട്ടുള്ള ഒരു ചോദകത്തെ നമ്മുടെ ഇമ്പോസിഷൻ എഴുതുക അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുക എന്നുള്ള ആ ഒരു ചോദകത്തെ ഒഴിവാക്കുന്നതിനെയാണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഋണപ്രബലനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയ്ക്കാണ് പ്രധാനമായിട്ടുള്ള വരുന്ന ആശയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട്, ഗാഗ്നയുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം, ഗസ്റ്റാൾഡ് സിദ്ധാന്തം. എന്താണ് ഗസ്റ്റാൾഡ് സിദ്ധാന്തം? അപ്പോ പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സമീപനമാണ് ഗസ്റ്റാൾഡ് സിദ്ധാന്തം. പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ച. അതായത് നമുക്ക് അറ്റേ മൊമെന്റിൽ ഒരു സാധനം കാണാം. അപ്പൊ ഞാനിവിടെ ലൈറ്റ് കത്തുന്നത് ഞാൻ നോക്കണം. അപ്പൊ ലൈറ്റ് കത്തുന്നതിന് എന്തുണ്ട്? ഒരു പ്രത്യേകതയുണ്ട്. ആ ലൈറ്റ് വരുന്നതിന്റെ കളർ, നമുക്ക് ആ ഒരു ടൈമിൽ ആ ഒരു പരിസരത്തിന്റെ സമഗ്രമായിട്ടുള്ള വീക്ഷണത്തിലൂടെ നമ്മുടെ മൈൻഡിൽ മെന്റാലിറ്റിയിൽ വരുന്ന ഉൾക്കാഴ്ചയാണ് നമ്മുടെ പഠനത്തിന് നിദാനം എന്ന് പറയുന്ന സമീപനമാണ് ഗസ്റ്റാൾഡ് സിദ്ധാന്തം. ഗസ്റ്റാൾഡ് സിദ്ധാന്തം എന്ന് പറയുന്നത് പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം. അപ്പോ ഇതിന്റെ ഉപജ്ഞാതാക്കളാണ് മാക്സ് വെർത്തിമർ, അതുപോലെ തന്നെ കോഹ്ലർ, കർട്ട് കോഫ്. അങ്ങനെ 3 പേരാണ് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ. ഇവര് 3 പേരും കൂടിയിട്ടാണ് ഈ ഒരു ആശയത്തിലോട്ട് എത്തിയിട്ടുള്ളത്. സമഗ്രതാ നിയമങ്ങൾ പറയുന്നുണ്ട്. സമഗ്രതാ നിയമങ്ങൾ 5 അപ്പൊ 5 ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതും ചോദിക്കാറുള്ള ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള, ലേറ്റസ്റ്റ് നടന്ന എക്സാമിന്. സാദൃശ്യ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സാദൃശ്യം അല്ലെങ്കിൽ സാമ്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി, സദൃശ്യമായവയെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള പ്രവണത. ഇപ്പോ നോക്കിയേ, ഇപ്പൊ ഇവിടെ പ്ലസ് 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 പ്ലസ്, അടിയിൽ എന്ത് ചെയ്യാണ് ഞാൻ മൈനസ് 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 മൈനസ്, വീണ്ടും എൻ്റർ. അപ്പോ നോക്കിയേ, ഇതിങ്ങനെ അടിയിലോട്ട് വരുന്ന സമയത്ത് അപ്പോ ഒരുപോലെയുള്ളവയെ കൂട്ടമായി കാണാനുള്ള പ്രവണത. ഈ പ്ലസ്സുകളൊക്കെ എന്താണ്? ഒരു കൂട്ടമായി കാണുന്നു. ആദ്യത്തെ ലൈൻ ഒരു കൂട്ടമാണ്, രണ്ടാമത്തെ ലൈൻ ഒരു കൂട്ടമാണ്. അപ്പോ സദൃശമായവയെ ഒരു ഗ്രൂപ്പായി അല്ലെങ്കിൽ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയാണ് സാമ്യതാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ്സുകളെല്ലാം ഒരു കൂട്ടം, മൈനസുകളെല്ലാം ഒരു കൂട്ടം, അഗൈൻ പ്ലസ്സുകളൊക്കെ വീണ്ടും ഒരു കൂട്ടം. ഓക്കെ, ഇനി അടുത്തത് സാമീപ്യ നിയമം. അതായത് സമീപസ്ഥമായവയെ കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണത. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു വലിയ വര, ചെറിയ വര, വീണ്ടും അഗൈൻ വലിയ വര, ചെറിയ വര, വലിയ വര, ചെറിയ വര, വലിയ വര, ചെറിയ വര. അപ്പൊ ഇതൊരു കൂട്ടം, വലിയ വരയും ചെറിയ വരയും ഇതൊരു കൂട്ടം, അടുത്തൊരു കൂട്ടം. അപ്പൊ അതായത് സമീപസ്ഥമായവയെ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള ആ ഒരു പ്രവണതയെ പറയുന്നതാണ് എന്ത്? സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇതൊരു സെറ്റ്,
ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്, അങ്ങനെ 4 സെറ്റ് ആയിട്ട് വലിയ വരയും ചെറിയ വരയും ഒരുപോലെയുള്ള എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണാൻ രസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ വരച്ചപ്പോ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അപ്പോ ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വലിയ വരയും ചെറിയ വരയും അപ്പൊ അങ്ങനെ ഒരുപോലെയുള്ളവ, ഇപ്പൊ ഇതിന് പകരം വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ ഇങ്ങനത്തെ വരയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോ അതൊക്കെ എന്താണ് സാമീപ്യ നിയമത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സമീപസ്ഥമായവയെ കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണതയാണ് എന്ത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അടുത്തത് സമ്പൂർണതാ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോഷർ. അപ്പൊ സമ്പൂർണത എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പൂർത്തിയായിട്ട് കാണാനുള്ള ആ ഒരു പ്രവണത, ഒരു രൂപത്തിലോ ഒരു ചിത്രത്തിലോ ഉള്ള വിടവുകൾ പൂർത്തിയായി കാണാനുള്ള ആ ഒരു സന്നദ്ധതയാണ് എന്ത് നമ്മുടെ സമ്പൂർണതാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇതൊക്കെ ഞാനിപ്പോ ഈ വരയ്ക്കുന്ന വരകൾ എന്ന് പറയുന്നത് പരസ്പരം കൂട്ടിമുട്ടിച്ച് വരയ്ക്കുന്ന വരകളല്ല. അപ്പൊ ഇതൊരു റെക്റ്റാങ്കിളിന്റെ ഷേപ്പാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വിടവുണ്ടല്ലോ, അത് പൂർത്തിയായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, അതിനെ പറയുന്ന പേരാണ് സമ്പൂർണ്ണ നിയമം എന്നുള്ളത് കേട്ടാ. ഇപ്പൊ സമ്പൂർണ്ണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഒരു വിടവുകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയായിട്ട് കാണാം, അത്രേ ഉള്ളൂ. വിടവുകൾ ഉള്ളതിനെ പൂർത്തിയായിട്ട് കാണാനുള്ള ആ ഒരു പ്രവണതയാണ് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കടക്കാം. നമ്മൾ 3 നിയമങ്ങൾ പറഞ്ഞു. ഇനി നമുക്കൊരു 2 നിയമം കൂടി ഇതിൽ പറയാനുണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാറുള്ളതാണ്, ഓരോന്നും ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോ അടുത്തതാണ് തുടർച്ചാ നിയമം. തുടർച്ചാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർരേഖയോ രൂപമാതൃകയോ ആയി കാണാൻ പാകത്തിന് ശൃംഖലനം ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ജസ്റ്റ് ഞാനൊരു കാണിച്ചു തരാം. ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വട്ടങ്ങൾ വരയ്ക്കുന്നു. അപ്പൊ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പൊ കുറച്ചും കൂടി വലുതാക്കി വരച്ചു. അതൊരു ശൃംഖലനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ആ ഒരു രൂപമാതൃക, അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കൊരു ഫീൽ ചെയ്യില്ല. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒന്നുമ്പോ തന്നെ ഇങ്ങനെ ചെയ്തിട്ട പോലെ നമുക്ക് തോന്നും. അങ്ങനെ അങ്ങനെ പോകുന്നതിനെ ഇപ്പൊ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ രൂപമാതൃകയായിട്ടോ ശൃംഖലനം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, തുടർച്ചാ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം. തുടർച്ചയായിട്ട് പോകുന്നത് പോലെ തോന്നാം. അപ്പൊ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ തന്നെ ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളില് എഗെയിൻ വീണ്ടും ഒരു സർക്കിള്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരേ രീതിയിൽ ഇങ്ങനെ വരികയെന്നുണ്ടെങ്കിലാ തുടർന്ന് പോവാണ് എന്നുള്ള നമ്മുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, തുടർച്ചയായിട്ട് പോകുന്നതിനെയാണ് ഈ ഒരു തുടർച്ചാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർച്ചാ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് രൂപ പശ്ചാത്തല ബന്ധമാണ്. രൂപ പശ്ചാത്തലം എന്നതുകൊണ്ട് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ചിത്രത്തിന്റെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിഭജിച്ചറിയുന്നതിനെയാണ്, അതായത് പശ്ചാത്തലത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഞാനും എന്റെ തലയും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിവേചിച്ചറിയുന്നതിനെയാണ് ഈ ഒരു രൂപ പശ്ചാത്തല ബന്ധം അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അപ്പൊ ഇത്രയ്ക്കാണ് 5 നിയമങ്ങളാണ് നമ്മുടെ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സമഗ്രത നിയമങ്ങളിൽ വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ ആ കുട്ടിക്ക് അധ്യാപകനോടുള്ള ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന ആ വിഷയത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിലേക്കും ക്ലാസ് മുറിയിലേക്കും അതുപോലെ തന്നെ അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നതെന്ത്? നമ്മുടെ ലാസ്റ്റ് നടന്നിട്ടുള്ള UPയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു കുട്ടിയോടുള്ള ഒരു ഭയം, കുട്ടിക്ക് അധ്യാപികയോടുള്ള ഭയം എല്ലാ അധ്യാപകരിലോട്ടും എത്തുന്നു. അപ്പൊ അതിന്റെ ആൻസർ ചോദക വിവേചനാണോ അതുപോലെ തന്നെ
അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണോ, വിളംബര അനുബന്ധന പ്രതികരണമാണോ, ചോദക സാമാന്യവൽക്കരണമാണോ? ആൻസർ ചോദക സാമാന്യവൽക്കരണമാണ് അതിന്റെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിന്റെ തുടർച്ചയായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു ആശയമാണ് അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്നത്. അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കോഹ്ലർ ആണ്. അതിന് 5 ഘട്ടങ്ങളാണുള്ളത്. 5 ഘട്ടങ്ങളിലൂടെയാണ് സമഗ്ര വീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശവും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിന്റെ പുനഃസംഘടന, പെടുന്നതിനുള്ള പ്രശ്ന പരിഹരണം, അങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് അന്തർദൃഷ്ടി പഠനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സമഗ്രത, നമ്മുടെ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തിൽ നമ്മുടെ കോഹ്ലർ, കർട്ട് കോഫ്ക, അതുപോലെ തന്നെ വെർത്തിമർ, ഇവരൊക്കെ ഇവര് 3 ആളും കൂടിയിട്ടാണ് ആ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ കോഹ്ലറുടെ ഒരു ആശയമാണ് അന്തർദൃഷ്ടി പഠനം. ഇതും ചോദിക്കാറുണ്ട്, അതിന്റെ സ്റ്റേജുകളും ചോദിക്കാറുണ്ട്. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ UPയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? LPയുടെ UPയുടെയും ബ്രിഡ്ജസ് ചാർട്ട് അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ടാണ്. ലേറ്റസ്റ്റും അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അപ്പോ ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം, ചാലക വികാസം, അതിൽ ഏത് മേഖലയുമായിട്ടാണ് ബ്രിഡ്ജസ് ചാർട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ്. അപ്പൊ അതിലെ ആൻസർ വരുന്നത് നമ്മുടെ വൈകാരിക വികാസമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ചേരുംപടി ചേർക്കുക. നമ്മുടെ UPയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചേരുംപടി ചേർക്കുക, ZPD. അതുപോലെ A പാർട്ട് എന്ന് പറയുന്നത് ZPD, ബ്രിഡ്ജസ് ചാർട്ട്, അതുപോലെ ക്രിയാ ഗവേഷണം, അഡോളസന്റ് അഗ്രഷൻ. അപ്പൊ അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ആൽബർട്ട് ബന്ദൂര, സ്റ്റീഫൻ എം കോറി, അതുപോലെ വൈഗോഡ്സ്കി, കാതറിൻ ബ്രിഡ്ജസ്, അങ്ങനെ ആശയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചേരുംപടി നമുക്ക് ചേർക്കാം. അപ്പൊ ZPD എന്ന് പറയുന്നത് നമ്മുടെ വൈഗോഡ്സ്കിയുടെ ആശയാണ് ZPD. ഇപ്പൊ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് കാതറിൻ ബ്രിഡ്ജസിന്റെ ആണ്. അതുപോലെ ക്രിയാ ഗവേഷണം സ്റ്റീഫൻ എം കോറി ആണ്. അതുപോലെ അഡോളസന്റ് അഗ്രഷൻ എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയുടെ ആശയമാണ്. ഇപ്പോ അഡോളസന്റ് അഗ്രഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഈ 3 കിട്ടിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 4മത്തത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ZPD എന്ന് പറയുന്നത് വൈഗോഡ്സ്കി ആണ്. അതുപോലെ അതായത് 1 C ആണ്, 2 എന്ന് പറയുന്നത് D ആണ്, 3 എന്ന് പറയുന്നത് B ആണ്, 4 എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതില് അതായത് നമ്മുടെ LPയിലും UPയിലും ഒരേപോലെ ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്നിലെന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് വന്നു, മറ്റേതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ D ആയിട്ടുള്ള 1 C, 2 D, അതുപോലെ 3 B, 4 A, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1 C, 2 D, 3 B, 4 A. നമ്മൾ നേരത്തെ മാച്ച് ഫോളോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോ നമ്മുടെ എന്താണ് വൈകാരിക വികാസം എന്ന് നോക്കാം. കുട്ടികളുടെ വൈകാരിക വികാസത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച മനഃശാസ്ത്രജ്ഞയാണ് കാതറിൻ ബ്രിഡ്ജസ്. അപ്പോ കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് നവജാത ശിശു ജനിച്ച ഒരു കുട്ടി മുതൽ 24 മാസം പ്രായമായിട്ടുള്ള കുട്ടികളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിരീക്ഷിച്ചിട്ടുള്ളത്. വാത്സല്യ ഗൃഹത്തിൽ വെച്ചിട്ടായിരുന്നു നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വാത്സല്യ ഗൃഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തിന്, കുട്ടികൾ താമസിച്ചിരുന്ന ആ ഒരു ഭവനത്തിനെയാണ് വാത്സല്യ ഗൃഹം എന്ന് പറയുന്നത്. ഇപ്പൊ നവജാത ശിശുക്കളിൽ ഒരു തരം സന്ത്രാസം അല്ലെങ്കിൽ പ്രക്ഷുബ്ധാവസ്ഥയാണ് ആദ്യം ഉണ്ടാകുന്നത്. അതായത് ജനിച്ചൊരു കുട്ടിയിൽ ആദ്യം ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് നമ്മുടെ സന്ത്രാസമാണ്, എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ വികാര പ്രകടനം എന്നാണെങ്കിൽ അത് കരച്ചിലാണ്, വികാരം എന്നാണെന്നുണ്ടെങ്കിൽ സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ അപ്പൊ ഓരോ സ്റ്റേജിലും, അപ്പൊ കുട്ടി വലുതാകുന്ന ഓരോ സ്റ്റേജിലും ഇമോഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. 3 മാസം പ്രായമാകുന്ന സമയത്ത് ഈ സന്ത്രാസം എന്നുള്ളത് അസാധ്യമോ ഉല്ലാസമോ ആയിട്ട് വികസിക്കുന്നു. 3 മാസം പ്രായമാകുന്ന സമയത്ത് ആ ഒരു സന്ത്രാസം ചെയ്യുന്നില്ല, ഒരൊറ്റ ഇമോഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഉല്ലാസം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നു. അടുത്തതായിട്ട് 6 മാസം ആകുമ്പോൾ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകുന്നു. അസ്വാസ്ഥ്യം, ഭയം, വെറുപ്പ്, കോപം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. ഇനി 12 മാസം ആകുന്ന സമയത്ത് സൃഷ്ടിപരമായിട്ടുള്ള വികാരങ്ങൾ, അതായത് പ്രിയം എന്ന് പറയുന്നത് അഫെക്ഷൻ രംഗത്ത് വരുന്നു.
പ്രഹർഷം, പ്രിയം എന്നിങ്ങനെ ആയിട്ട് വേർതിരിയുന്നു. അത്തരം വികാരങ്ങൾ എന്ത് ചെയ്യുന്നു, വരുന്നു. അതായത് അസ്വാസ്ഥ്യത്തെ വേർതിരിഞ്ഞ് ആനന്ദമായിട്ട് പ്രത്യക്ഷമാകുന്നു, ആനന്ദം എന്നുള്ള രീതിയിൽ. അപ്പൊ ഓരോന്നും സന്ത്രാസത്തിൽ നിന്ന് തുടങ്ങി അത് സ്പ്ലിറ്റായി വരികയാണ്. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നു, നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നു. then അത് വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് എഫെക്ഷൻ, പ്രിയം, പ്രഹർഷം എന്നിങ്ങനെ ഒരു ഇതിലോട്ട് എത്തുന്നു. പിന്നെ അടുത്തത് 18 മാസം ആകുന്ന സമയത്ത് അസ്വാസ്ഥ്യത്തിൽ നിന്ന് ഈർഷ, ആനന്ദം എന്നിങ്ങനെയായിട്ട് മാറുന്നു. ഈർഷ, അസൂയ എന്നിങ്ങനെയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അസൂയ എന്ന് പറയുന്നത് 18 മാസം ആകുന്ന ആ ഒരു സ്റ്റേജിൽ വരുന്നതാണ്. അതുപോലെ തന്നെ 24 മാസം ആകുന്ന സമയത്ത് ഉല്ലാസത്തിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ബ്രിഡ്ജസ് ചാർട്ട്. നമ്മുടെ കാതറിൻ ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ് ചാർട്ടിലാണ് ഈ ഇമോഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശിശുവികാരങ്ങളുടെ പ്രത്യേകതയാണ് ക്ഷണികത, തീവ്രത, ചഞ്ചലത, അതുപോലെ വൈകാരിക ദൃശ്യത. ഇപ്പൊ ക്ഷണികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് ഹസ്വായുസുള്ളവയാണ്, കുറഞ്ഞ ആയുസേ ഉള്ളൂ, ക്ഷണികമാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മിഠായി കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ മൊമെന്റ് എന്ത് ചെയ്യുന്നു, ആ ഇമോഷൻ ചേഞ്ച് ആകുന്നു. ചിലപ്പോൾ കരച്ചിൽ നിന്ന് ചിരിയാകുന്നു. അപ്പൊ ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് ഹസ്വായുസുള്ളവയാണ്. അതുപോലെ തന്നെ ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് തീവ്രമാണ് എന്ന് പറയുമ്പോൾ കാഠിന്യം. ഇപ്പോ തീവ്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കും ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നു. ആ കരയുന്ന സമയത്ത് നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും, അമ്മ അതിന് കരച്ചിലാവും. അപ്പോ അത്രയും സൗണ്ടില് അല്ലെങ്കിൽ നിലത്തടിച്ച് കാലും കൈയൊക്കെ അടിച്ച് കരയുക. അപ്പൊ അങ്ങനെ ഭയങ്കര തീവ്രമായിട്ടായിരിക്കും അവർ ഇമോഷൻസ് എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. പിന്നെ ശിശുവികാരങ്ങൾ മാറി മാറി വരുന്നു. ഇപ്പൊ കരച്ചിലിൽ നിന്ന് ചിരിയിലോട്ടോ സന്തോഷത്തിലോട്ടോ അങ്ങനെ അതിങ്ങനെ മാറി 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 ഇങ്ങനെ വരും. അതുപോലെ തന്നെ ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. വൈകാരിക ദൃശ്യത, നഖം കടിക്കുന്നു, ഓവറായിട്ടുള്ള കരച്ചില്, കൈയും കാലിട്ടടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ശിശുവികാരങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ശിശുക്കളുടെ വൈകാരിക അവസ്ഥ ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇടവേള കുറവായിരിക്കും. ഇപ്പൊ കരച്ചിൽ നിന്ന് ചിരിയിലോട്ടോ, ചിരിയിൽ നിന്ന് കരച്ചിലോട്ടോ ഉള്ള ആ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈമിംഗ്, ഒറ്റ മൂമെന്റ് അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡ്. അപ്പൊ അതിന്റെ തമ്മിലുള്ള ഇടവേളകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ ശിശുക്കളുടെ രണ്ട് വൈകാരികാവസ്ഥകളുടെ ഇടവേളകൾ എന്തായിരിക്കും, കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ശിശുവികാരങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അടുത്ത് നമ്മുടെ ആൽബർട്ട് ബന്ദൂരയാണ് നമ്മുടെ ബാച്ചിന്റെ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്നു. ആൽബർട്ട് ബന്ദൂരനെ പറ്റിയിട്ട്. ആൽബർട്ട് ബന്ദൂര നിരീക്ഷണ പഠന പ്രക്രിയയിൽ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, അതുപോലെ തന്നെ ഓർമ്മ. ഇത് നമ്മുടെ LP-യുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. LP-യുടെ അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ LP-യുടെ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഘട്ടങ്ങൾ അറിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓർമ്മയാണ്, മാതൃക നൽകൽ, ശ്രദ്ധ, നിലനിർത്തൽ, ചാലക പ്രകടനം, പ്രബലനം, അങ്ങനെ 5 സ്റ്റേജുകളാണ് നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റിൽ, സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ നമ്മുടെ ആൽബർട്ട് ബന്ദൂര മുന്നോട്ട് വെക്കുന്നത്. അപ്പോ സാമൂഹിക വികാസം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ആൽബർട്ട് ബന്ദൂരയാണ്. അപ്പോ സാമൂഹിക പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, അനുകരണ പഠനത്തിന്റെ ഉപജ്ഞാതാവ്. അങ്ങനെ ഈ ഒരു നിരീക്ഷണ പഠനം അല്ലെങ്കിൽ അനുകരണ പഠനം ഇത് ബോബോ പാവ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിലൂടെയാണ് ഈ ഒരു ആശയം നമ്മുടെ ബന്ദൂര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ബോബോ പാവ എക്സ്പെരിമെന്റ് എന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം. ഈ ബോബോ പാവ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ബന്ദൂര തന്നെയാണ് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു ഫെയിം ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ഫെയിം ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു പാവയെ ക്രൂരമായിട്ട് തല്ലുന്നു,
അതുപോലെ എടുത്തെറിയുന്നു, അങ്ങനെ ഒരു കാണിക്കുന്ന വീഡിയോ തന്നെയാണ് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു കുട്ടികൾക്ക്. ആ കാണിച്ചു കൊടുക്കുന്ന അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാണ്, ആ കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത മുറിയിലോട്ട് കൊണ്ടുപോകുന്നു. മുറിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡോളുകളുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ അതെന്ത് ചെയ്തേക്കാണ്, എടുത്തു വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൂമിലോട്ട്, അപ്പൊ ആദ്യത്തെ റൂമിൽ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അവർക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു പാവയെ ഉപദ്രവിക്കുന്ന വീഡിയോ കാണിച്ച്. രണ്ടാമത്തെ റൂമിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളുണ്ട്, തൊടാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ റൂമിൽ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ റിയാലിറ്റി ഷോയിൽ ഫേമസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്, ആ വ്യക്തി അടിച്ചിട്ടുള്ള ആ ഒരു പാവ അവിടെ ഉണ്ട്. അപ്പൊ ആ കുട്ടികളിൽ 88% കുട്ടികളും അന്ന്, അപ്പോ ആദ്യത്തെ റൂമിൽ ആ മോഡൽ, ആ TV ഷോയിലെ മോഡൽ ചെയ്തത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു പാവയെ ആക്രമിക്കുകയുണ്ടായി. 88% ആളുകൾ എന്ത് ചെയ്തു, ആ 80% കുട്ടികൾ അത് ആക്രമിച്ചു. തുടർന്ന് എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞു പോയി. പിന്നെ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ഇതേപോലെ 5-8 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടികളെ വീണ്ടും കൊണ്ടുവരുന്നു. അതിൽ 88 എന്നുള്ളത് വീണ്ടും 40% കുട്ടികളും ഇതേപോലെ എന്ത് ചെയ്യുന്നു, ആ പാവയുള്ള റൂമിലോട്ട് കൊണ്ടു ചെല്ലുന്ന സമയത്ത് അന്ന് ചെയ്ത അതേ പ്രവൃത്തി തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മോഡൽ ആദ്യം ഒന്ന് മാതൃക നൽകി അവർക്ക് ശ്രദ്ധിക്കാനുള്ള അവസരം കൊടുത്തു, പിന്നെ നിലനിർത്താനായിട്ട് അവസരം കൊടുക്കാണ്. അവര് ആ റൂമിലോട്ട് കൊണ്ടുപോകുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇടിക്കുന്നു. പിന്നെ അത് ചാലക പ്രകടനം, അത് അവരെന്ത് ചെയ്യുന്നു, നിലനിർത്തി മൈൻഡിൽ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് അന്ന് അയാൾ ചെയ്തത് എന്നുള്ളത് മൈൻഡിൽ സെറ്റ് ചെയ്യുന്നു. ചാലക പ്രകടനം, നമ്മൾ ചെയ്തു നോക്കുന്നു. പ്രബലനം, ആ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും, നെഗറ്റീവ് ആണെങ്കിൽ അത് ഉപേക്ഷിക്കും. ഇത് നമുക്ക് എക്സാമ്പിൾസ് വെച്ച് ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസ് വെച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഉദാഹരണം വെച്ചിട്ട് ഒരു കുട്ടി TV ഷോ കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാനെ പോലെ ചാടുന്നു, വീഴുന്നു, വീണതിന് ശേഷം കാലൊടിയുന്നു, പിന്നീട് ആ കുട്ടി ചാടിയിട്ടില്ല. ഇത് ഏത് പഠനവുമായിട്ടാണ്, ഏത് സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ സ്റ്റെപ്പ് അറിഞ്ഞിരിക്കാം, ഇതിന്റെ പേരുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ LPയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു. അത്യാവശ്യം നല്ല നിലവാരമുള്ള നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദൃശ്യപരവും സ്ഥലപരവുമായിട്ടുള്ള കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? അപ്പോ ദൃശ്യപരം അതുപോലെ തന്നെ സ്ഥലപരമായിട്ടുള്ള കഴിവുകളെ മാപനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പരീക്ഷ മെക്കാനിക്കൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്, ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്, മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൽ ഏതാന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ആണ്. അപ്പോ അപ്പൊ ഓരോന്ന് ഇപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഭിക്ഷമത മാപിനികളാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ്. നമുക്ക് അഭിക്ഷമത എല്ലാവർക്കും അറിയായിരിക്കും, എന്താണ് അഭിക്ഷമത എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മൾ അതുപോലെ തന്നെ മാപിനികളും ഏതൊക്കെയാണ് അഭിക്ഷമത അളക്കാനുള്ള ആ ഒരു ടൂൾസ് ഒന്നും നമുക്ക് അറിയായിരിക്കും. പക്ഷെ അത് എന്തിനാണെന്ന് നമ്മൾ നോക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്, യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണകൾ രൂപപ്പെടുത്താം, പ്രവർത്തന രീതി മനസ്സിലാക്കുക തുടങ്ങിയ കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള ശോധകമാണ് മെക്കാനിക്കൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഫിംഗർ എന്ന് പറയുന്നത് കയ്യിലാണല്ലോ, അപ്പൊ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ മണിബന്ധവും വിരലും കൈയിന്റെ ഭുജവും തമ്മിലുള്ള ഒത്തിണക്കം. ഇപ്പൊ മണിബന്ധം എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെയാണ് മണിബന്ധം. അപ്പൊ അതിന്റെ മണിബന്ധം ആയിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, വിരലായിക്കോട്ടെ, ഭുജം ആയിക്കോട്ടെ, എല്ലാം തമ്മിലുള്ള ആ ഒരു ഒത്തിണക്കം എന്ന് പറയുന്നത്, അത് അളക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത്, ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്
മിനിസോട്ട മാനുവൽ ടെസ്റ്റ് നമ്മൾ ആൻസർ ഇതായിരുന്നു. ദൃശ്യപരവും സ്ഥലപരവുമായിട്ടുള്ള കഴിവുകളെ മാപനം ചെയ്യുന്നതിനുള്ള ശോധകമാണ് മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. സൂക്ഷ്മത, കൃത്യത എന്നീ കഴിവുകൾ പരിശോധിക്കുന്നതിന് അതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സൂക്ഷ്മത ആയിക്കോട്ടെ, കൃത്യത ആയിക്കോട്ടെ, അതിലുള്ള ആ ഒരു കഴിവുകൾ പരിശോധിക്കുന്നതാണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ആൻസർ എന്ന് പറയുന്നത് മിനിസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ആണ്. ഇനി അടുത്തത് വൈകാരിക ബുദ്ധിയെ കുറിച്ച് ആഴത്തിലും അതുപോലെ തന്നെ ആധികാരികവുമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആര്? അപ്പോ റിച്ചാർഡ് ലെവിങ്ടൺ ആണോ, അതുപോലെ തന്നെ H.J. ലൈസക് ആണോ, അതുപോലെ ആൽഫ്രഡ് ബീനെ, ഡാനിയൽ ഗോൾമാൻ? നമ്മുടെ ഗോൾമാന്റെ ആണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ LP-യുടെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെ ഇനി തൊട്ട് മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതായത് നമ്മളിപ്പോ ലേറ്റസ്റ്റ് കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുക, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക, മറ്റുള്ളവരുമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ ഇമോഷണൽ ആയിട്ടാണ്. അപ്പോൾ സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. വൈകാരിക ബുദ്ധിയുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ രണ്ടാമത്തെയാണ് എന്ത് റോങ് ആയിട്ട് വരുന്നത്. മറ്റുള്ളവരുമായിട്ട് ആരോഗ്യകരമായിട്ട് ബന്ധം പുലർത്തും. ഇമോഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ വൈകാരിക ബുദ്ധിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്, പീറ്റർ സലോവ, ജോൺ മേയർ എന്നിവരാണ് നമ്മുടെ വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ ഒരു ആശയത്തെ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ ഒരു ആശയത്തെ പ്രചരിപ്പിച്ചത് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. പീറ്റർ സലോവയും ജോൺ മേയറും ഡാനിയൽ ഗോൾമാനും ഉണ്ടെങ്കിൽ അതിൽ ആര് സെലക്ട് ചെയ്യണം? നമ്മുടെ ഗോൾമാനെ സെലക്ട് ചെയ്യണം. അപ്പോ ഇതിൽ ഒന്നും കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അതിനൊന്നുകൂടി ആശയത്തെ പ്രചരിപ്പിച്ചതും ഒന്നുകൂടി ആധികാരികമായിട്ട് ആ ഒരു ആശയത്തെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ ആണ്. അപ്പോ 1995 ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ 5 തലങ്ങളിലായിട്ടാണ് വൈകാരിക ബുദ്ധി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വൈകാരിക ബുദ്ധിയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 തലങ്ങളിലും അവര് ആ 5 തലങ്ങളിൽ അവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? വൈകാരിക ബുദ്ധിയുണ്ട്. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കുക, ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, സ്വയം പ്രചോദിതമാകുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയാനും സ്വാധീനിക്കുകയും ചെയ്യുക, പറയുക, അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഈ 5 ഘട്ടങ്ങൾ, 5 തലങ്ങളും ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക ബുദ്ധി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അടുത്തൊരു ചോദ്യം നമ്മുടെ ലാസ്റ്റ് നടന്ന LP-യുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 2 വയസ്സുള്ള ഒരു കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരൽ ഉപയോഗിച്ച് മാത്രമാണ്. വിരൽ ഉപയോഗിച്ച് മാത്രമല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ഏതാണ് ആ ഒരു വികാസ തത്വം എന്ന് പറയുന്നത്? വികാസം എന്ന് പറയുന്നത് ഗതി നിയമം പാലിക്കുന്നു. വികാസം എന്ന് പറയുന്നത് ഗതി നിയമം പാലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വികാസം പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ളത് ഇത്രയ്ക്കുള്ളൂ. അതായത് ആ കുട്ടി ചെയ്യുന്നത് എന്ന് പറയുന്നത് കൈ മുഴുവനായിട്ട്, ഇപ്പൊ വിരല് മാത്രമല്ല കൈയും കൂടി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടി പെൻസില് പിടിക്കുന്നത്. 2 വയസ്സായിട്ടുള്ള കുട്ടിയുടെ കാര്യമാണ്, ആദ്യം കൈ ഉപയോഗിച്ചിട്ടാണ് എന്ന്. അപ്പോ മൂന്നാമത്തത് വികാസം എന്ന് പറയുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. വികാസം അനുസ്യൂതമാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലോട്ട് കടക്കുന്നു. അപ്പോ നമ്മുടെ വികാസ തത്വങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യുപിയുടെ ലാസ്റ്റ് നടന്നിട്ടുള്ള യുപിയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. വികാസം അനുസ്യൂതമാണ്. ശാരീരിക വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്
എന്ന ക്രമം പാലിക്കുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ വികാസത്തിന്റെ ഗതിയിൽ എന്തുണ്ട്? വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ അതാണ് ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ ആ, കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോ ഈ വികാസം എന്ന് പറയുന്ന വികാസ തത്വം എന്ന് പറയുന്നത് ചോദിക്കാറ് ചില ചില ടോപ്പിക്കുകൾ ചോദിച്ചേ പോകൂ. എന്തായാലും ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാനായിട്ട് കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കും? നമുക്ക് തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി, അപ്പോ ചലനപരമായിട്ടുള്ള വികാസം എന്തില്ല? കുട്ടിക്ക് ഇല്ല. അപ്പോ അംഗവൈകല്യം എന്ന് പറഞ്ഞാൽ പല രീതിയിലാവും. അപ്പൊ ശാരീരിക ചാലനപരമായിട്ടുള്ള എന്തൊരു കുറവുണ്ട്. അപ്പോ 1-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ, അപ്പൊ കുട്ടി എന്ത് ചെയ്തിട്ടില്ല? ക്ലാസ്സിൽ പോയിട്ടില്ല, മറ്റുള്ളവരെ കാണുന്നില്ല, അവിടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭാഷാ വികാസം നടന്നിട്ടില്ല. അപ്പോ ആ കുട്ടിയുടെ ആ ഒരു അംഗവൈകല്യം ഉള്ളത് കൊണ്ടാണ് കുട്ടി ക്ലാസ്സിൽ പോവാഞ്ഞതും മറ്റുള്ള കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാഞ്ഞതും. അതായത് വികാസം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വികാസം, ഓപ്ഷൻ എ എന്ന് പറയുന്നത് വികാസം ക്രമീകൃതമാണ്. വികാസം അല്ലെങ്കിൽ വികസനം വികസനം എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കുട്ടിക്ക് എന്ത് ചെയ്യാഞ്ഞത്? 1-ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് അത്രയും നാൾ സ്കൂളിൽ പോവാണ്ട് 1-ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എന്ത് ചെയ്ത് സംസാരിക്കാനായിട്ട് കഴിയാഞ്ഞത്, ഭാഷാശേഷി കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിയാഞ്ഞത്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആ ഒരു സോഷ്യൽ ആ ഒരു ഇതിലൂടെ റിലേഷനിലൂടെ ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, വൈജ്ഞാനികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. എല്ലാ ഡെവലപ്മെന്റും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒരു സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മറ്റെല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. ഇപ്പൊ വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വികാസ തത്വങ്ങൾ ഏതൊക്കെ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്, വികാസ തത്വങ്ങൾ. വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമാണ് വികാസം എന്ന് പറയുന്നത്. ഗർഭധാരണം മുതൽ അതുപോലെ തന്നെ മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു വികാസം. ഇപ്പോ മരണത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള വികാസം സംഭവിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് എന്ന് പറഞ്ഞാൽ ചില ഭക്തി കൂടാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ മരണ ടൈമിലാണ് സംഭവിക്കുന്നത്. അപ്പൊ വികാസം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്, അനുസ്യൂതമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്രിയയാണ് ജനനം മുതല് മരണം വരെ. അപ്പോ വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയാണ്. ജനനം മുതല് മരണം വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്ത്? വികാസം എന്ന് പറയുന്നത്. അപ്പൊ ജനിക്കുന്ന സമയത്ത് ഇപ്പൊ ഗർഭധാരണം മുതൽ, ഇപ്പൊ ജനനം എന്നല്ല ഗർഭധാരണം മുതൽ, അപ്പൊ ആദ്യം തലച്ചോറിലാണ് വികാസം സംഭവിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കൈ ഉണ്ടാകുന്നു, കാലുണ്ടാകുന്നു, ശരീരത്തിന്റെ ഉള്ളിൽ എല്ലാ വികാസവും സംഭവിച്ചതിന് ശേഷം മാത്രമാണ്. അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ് എന്ത്? ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസം എന്ന് പറയുന്നത്. അപ്പൊ മരിക്കുന്ന അറ്റ ടൈമിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? വികാസം സംഭവിക്കുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ഭക്തി കൂടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ആത്മീയപരമായിട്ടുള്ള വികാസവും സംഭവിക്കുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് വികാസം എന്ന് പറയുന്നത് ക്രമീകൃതമാണ്. ക്രമീകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഡർ ആണ്. ശൈശവം, ബാല്യം, കൗമാരം അങ്ങനെ തുടർച്ചയായിട്ടാണ് എന്ത് പറയുന്നത്. ശൈശവം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ബാല്യം, ബാല്യം കഴിഞ്ഞാൽ കൗമാരം വരും, കൗമാരം കഴിഞ്ഞ് യൗവനം, യൗവനം കഴിഞ്ഞ വാർദ്ധക്യം, അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ക്രമമായിട്ട് ഓർഡർ ആയിട്ടുള്ളതാണ് എന്ത്? വികാസം എന്ന് പറയുന്നത്. വികാസത്തിന് 2 സ്റ്റേജ് ആണുള്ളത്. ശാരീരിക വികാസത്തിൽ ശിരപാദാഭിമുഖ ക്രമം പാലിക്കുന്നു. ശിരപാദാഭിമുഖ ക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഫലോക്വാഡൽ സീക്വൻസ്, തല മുതൽ പാദം വരെ. ഇപ്പൊ ജനിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തല, നമ്മുടെ ശരീരത്തിന്റെ 1/3 തല ഉണ്ടായിരിക്കും. നവജാത ശിശുക്കളാണെന്നുണ്ടെങ്കിൽ 1/3 തലയാണ്. അപ്പൊ തലച്ചോറിന്റെ വികാസമാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് തലയ്ക്ക് അത്രയ്ക്കും വലുപ്പം ഉണ്ടാകുന്നത്. തലച്ചോറിന്റെ വികാസം ഉണ്ടാകുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു? ഇനി കഴുത്തുറയ്ക്കാന്ന് കേട്ടിട്ടില്ലേ? കഴുത്തുറയ്ക്കുന്നു,
പിന്നെ ഈ പേശി വികാസം ഇപ്പോ അതുപോലെ തന്നെ നെഞ്ചിന്റെ അവിടുത്തെ ആ ഒരു പേശികളുടെ വികാസം സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിരങ്ങുന്നത്. നെഞ്ചുപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് നിരങ്ങുന്നത്, നെഞ്ചിന്റെ ഭാഗം ഉപയോഗിച്ച് നിരങ്ങുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു, നടക്കുന്നു. അങ്ങനെ തല മുതൽ പാദം വരെയാണ് സെഫലോക്വാഡൽ സീക്വൻസ്. അങ്ങനെയാണ് നമ്മുടെ ശാരീരിക വികാസം. അതില് രണ്ട് ക്രമമുണ്ട്. അതിലൊരു ക്രമം എന്ന് പറയുന്നത് ശിരപാദാഭിമുഖ ക്രമം, തല മുതൽ പാദം വരെ സെഫലോക്വാഡൽ സീക്വൻസ്. രണ്ടാമത്തെ ക്രമം, അതായത് രണ്ട് ക്രമങ്ങളിലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്രമം എന്ന് പറയുന്നത് വികസനത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. നമ്മുടെ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ശരീര മധ്യത്തിലാണ് ആദ്യം വികാസം സംഭവിക്കുന്നത്. ശരീര മധ്യത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ കരള്, അങ്ങനെ മർമ്മപ്രധാനമായിട്ടുള്ള അവയവങ്ങൾക്ക് വികാസം സംഭവിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കയ്യ്, വിരല്, അങ്ങനെ അറ്റത്തോട്ട്. അപ്പൊ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. ഓക്കെ. അടുത്തത് എന്ന് പറയുന്നത് വികാസം എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. സഞ്ചിത സ്വഭാവം, സഞ്ചിയിലാക്കാം ഒരുപാട് കാര്യങ്ങൾ. എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിശു കേൾക്കുന്നു, കാണുന്നു, സ്പർശിക്കുന്നു, ഇതെല്ലാം ചേർന്നിട്ടുള്ള സംവേദനം, അത് കഴിഞ്ഞ പ്രത്യക്ഷണം, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സഞ്ചിയിലാക്ക ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഈ ഒരു വികാസം. സഞ്ചിത സ്വഭാവത്തോട് കൂടിയുള്ളതാണ്. വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു. വികാസം എന്ന് പറയുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക്. അപ്പോ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 2 വയസ്സായിട്ടുള്ള കുട്ടി കൈ ഉപയോഗിച്ച് പേന പിടിക്കുന്നു. അപ്പോ ജനറൽ ടു സ്പെസിഫിക്, ആദ്യം തന്നെ ഈ പൂർണ്ണമായിട്ട് ഈ ഒരൊറ്റൊരു കൈ ഉപയോഗിച്ചിട്ടല്ല. അതായത് നമ്മൾ ഈ പേന, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പേന പിടിക്കുന്നത് ഇപ്പൊ ഈ 2 വിരല്, ഈ 2 വിരൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ, ഇങ്ങനെ ആയിരിക്കും പേന പിടിക്കുക, ഇങ്ങനെ. അപ്പൊ കൈ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പേന ഉപയോഗിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് വിരലിലോട്ട്. അപ്പോ സ്ഥൂലമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് സൂക്ഷ്മത്തിലോട്ട് സ്പെസിഫൈ ആയിട്ടുള്ള, അതായത് വിരലിലോട്ട് എത്തുന്നു. വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു, സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലോട്ട്. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് അല്ലെങ്കിൽ സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലോട്ട്, ജനറൽ ടു സ്പെസിഫിക്. വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ പാരമ്പര്യം ഒക്കെ ആണെങ്കിൽ, ഇപ്പോ സംഗീതം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഫാമിലി വൈസ് ആയിട്ട് പാട്ട് പാടുന്ന ആൾക്കാർ, ഇപ്പൊ സുജാതയുടെ മകളൊക്കെ നല്ല ഗായികയാണ്. പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അപ്പൊ സംഗീതപരമായിട്ട് ഇപ്പോ ആ ഒരു വികാസം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇങ്ങനെ കൈമാറി 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 വരുന്ന ആ ഒരു സ്കില്ല്. ഇപ്പോ ഡാൻസേഴ്സിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നന്നായി ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരിക്കും, ശാരീരിക ചലനപരമായിട്ടുള്ള വികാസം നല്ല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ പാരമ്പര്യം എന്ന് പറയുന്നത് വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എൻവയറമെന്റ് എന്ന് പറയുന്നത്, അതായത് പരിസരം. നമ്മുടെ പരിസരം നല്ലതാണെങ്കിൽ ഓ ഇപ്പോ നമ്മളിപ്പോ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളൊരു, ഇപ്പൊ സംസാരം നേരം വൈകുന്നു. ഇപ്പൊ 2 വയസ്സായിട്ടും കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ 2 വയസ്സായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംസാരം വരും. സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പരിസരത്തിന്റെ പ്രശ്നമാണ്. കുട്ടിയായിട്ട് മറ്റുള്ളവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി എന്ത് ചെയ്യായിരുന്നു, സംസാരിക്കുമായിരുന്നു. ആ ഇന്ററാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ സംസാരം ഉണ്ടായിട്ടുള്ളത്, ഒഴിവായിട്ടുള്ളത്. അപ്പോ പരിസരമാണെങ്കിൽ, അപ്പൊ അത് ഭാഷാപരമായിട്ടുള്ള വികാസം കുട്ടിക്ക് ഡിലേ ആവാനുള്ള കാരണം കുട്ടിയുടെ പരിസരമാണ്. അപ്പൊ പരിസരം എന്ന് പറയുന്നത് അപ്പൊ ഭാഷാപരമായിട്ട് മാത്രമല്ല, ഏത് വികാസവും വൈജ്ഞാനികപരമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, കുട്ടിയുടെ പരിസരം ഓക്കെ അല്ലെങ്കിൽ അതെന്തെയില്ല, വികാസം സംഭവിക്കത്തില്ല. വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും അതുപോലെ തന്നെ പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്തത്
വികാസം എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് പരിപക്വനം? പരിപക്വനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഹ്യശക്തികളുടെ അഭിപ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തെയാണ് പരിപക്വനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്നായിട്ടുള്ള ഒരു പരിപക്വനം ഇല്ല. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫായിട്ടോ കാണണം എന്നുള്ള ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ അഭിപ്രായമല്ല. അത് കൂടാതെ സ്വയമേവ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങളിപ്പോ അത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ കാണുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, മറ്റുള്ളവർ പറഞ്ഞിട്ടല്ലാതെ. ബാഹ്യശക്തികളുടെ അഭിപ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസം, സ്വയമേവ നടക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, പരിപക്വനം എന്ന് പറയുന്നത്. പരിപക്വതത്തെയും പഠനത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, വികാസം ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഷാപരമായിട്ടുള്ള വികാസം, അതുപോലെ തന്നെ ശാരീരിക ചലനപരമായിട്ടുള്ള വികാസം, അങ്ങനെ പല മോറൽ ഡെവലപ്മെന്റ്, അങ്ങനെ പല വികാസങ്ങളും നമുക്ക് അവിടെ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തിൽ പഠനം, ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് എന്തായിക്കോട്ടെ, നമ്മുടെ ഒരു പഠനമായിക്കോട്ടെ പരിപക്വനമായിക്കോട്ടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേറ്റിലുള്ള ഡിഫറൻസ്. അപ്പൊ അതായത് സഡൻ ആയിട്ട് ഇപ്പോ ചില സമയത്ത് ഇപ്പോ നമ്മുടെ ഈ ഒരു ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് യൗവനത്തിന്റെ ആരംഭത്തിലാണ്. ആ ഒരു സമയം വരെ, അതായത് ഒരു പ്രത്യേക ഒരു ടൈം പീരീഡ് വരെ എന്ത് ചെയ്യുന്നു, വളർച്ചയില്ലാതെ നിൽക്കുന്നു. ആ ഒരു യൗവനത്തിന്റെ ആരംഭമായി കഴിഞ്ഞാൽ സ്പീഡായിട്ട് എന്ത് ചെയ്യുന്നു, അതിന് പെട്ടെന്ന് വികാസം വളർച്ച എന്ത് ചെയ്യുന്നു, പ്രാപിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ നാഡീവ്യൂഹത്തിന്റെ എന്നുണ്ടെങ്കിൽ 6-7 വയസ്സാകുന്ന ആ ഒരു സമയത്ത് നാഡീവ്യൂഹത്തിന്റെ വികാസം എന്ന് പറയുന്ന 6-7 വയസ്സാകുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിരിക്കും. അതുപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിന്റെ സ്പീഡ് സ്ലോ ആകുന്നു. അതുപോലെ തന്നെ കൗമാരത്തിലായിക്കോട്ടെ ശൈശവത്തിലായിക്കോട്ടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അസ്ഥികൂടത്തിന്റെ വികാസം എന്ത് ചെയ്യുന്നു, വളരെ വേഗത്തിൽ നടക്കുന്നു. ആ ഒരു ശൈശവം ഇപ്പൊ എല്ലാ സ്റ്റേജും അല്ല. അപ്പൊ അതായത് വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലായിരിക്കും. ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ ഡിഫറെന്റ് റേറ്റ്സ് ഫോർ ഡിഫറെന്റ് പാർട്ട് ഓഫ് ബോഡി. ഓക്കെ, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഭാഷാവികാസം കിട്ടുന്ന സമയത്ത്, ഇപ്പൊ ഭാഷാവികാസം സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സംസാരത്തിലൂടെ നമുക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. എല്ലാ വികാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ്. പ്രവചിക്കാൻ കഴിയുന്നതാണ് എന്റെ വികാസം എന്ന് പറയുന്നത്. പ്രവചിക്കാൻ കഴിയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത്ര ഇപ്പോ 5 വയസ്സായി കഴിഞ്ഞാൽ കുട്ടി പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്നുണ്ട്. 2 വയസ്സായി കഴിഞ്ഞാൽ കൈപ്പത്തി ഉപയോഗിച്ച് പെൻസിൽ പിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഇത്ര വയസ്സായി കഴിഞ്ഞാൽ കുട്ടി ചെയ്യും. ഇപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞാൽ, 1 വയസ്സാകുമ്പോൾ കുട്ടി നടന്നു തുടങ്ങും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാം. എല്ലാ കുട്ടികളിലും ഒരേപോലെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും. നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്കുള്ള വികാസം പോലെ ആവില്ല നിങ്ങൾക്കുള്ള വികാസം എന്ന് പറയുന്നത്. അപ്പൊ പലരുടെയും വികാസത്തില് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോ കാലിന് വല്ല വൈകല്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചലനപരമായിട്ടുള്ള വികാസത്തിന് ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതില്ലാത്ത കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് സുഖമായിട്ട് നടന്നൂടെ? ഇപ്പോ ശാരീരിക ചലനപരമായിട്ടുള്ള ഒരു വികാസത്തിന്റെ ഒരു ഭാഗമാണ് ഈ നടത്തം, ഓട്ടം, ചാട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ വികാസത്തിന്റെ ഗതിയിൽ എന്തുണ്ട്, വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വികാസത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മുടെ വികാസ തത്വങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LP UP എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഓരോ വർഷം കൂടും തോറും ആ ക്വസ്റ്റ്യനിൽ എന്ത് മാറ്റമാണ് വരുന്നത്, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം എന്താണ്, അപ്പോ അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. LP UP എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ പോയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പഠനം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക്
ഇതിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എന്തായാലും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്ത് LP UP എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി. LPS ടീച്ചർ അല്ലെങ്കിൽ UPS ടീച്ചർ ആയിട്ട് കയറാന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ്. കൃത്യമായ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന ആ ഒരു LP UP എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരു സംശയവുമില്ല. സുഖമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവർ എക്സാം ക്രാക്ക് ചെയ്ത് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എക്സാമിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ. എന്താണ് എക്സാമിന്റെ പൾസ്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാം. ദെൻ പഠനം സ്റ്റാർട്ട് ചെയ്യാം. നേരം വൈകിട്ടില്ല, ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു എക്സാം ആകുമ്പോഴത്തേനും നല്ലൊരു റാങ്കിലോട്ട്, ജോലി കിട്ടുന്ന ഒരു റാങ്കിലോട്ട് എല്ലാവർക്കും എത്താനായിട്ട് കഴിയും. അപ്പൊ ഓക്കെ, താങ്ക് യു.